ദുപ്പട്ട വാലിയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും കൺഫ്യൂഷനായിരുന്നു. എനിക്ക് ദുപ്പട്ട വാലിയൊക്കെ ഇറങ്ങി കഴിയുമ്പോഴും പേടിയായിരുന്നു. നമുക്കായിരുന്നു പറയും ഇത് എങ്ങനെയാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ. എനിക്ക് എൻ്റെ ഒരു പാട്ടും പിടികിട്ട, അതായത് ഇത് സെറ്റാണ് അങ്ങനെ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. എനിക്ക് ഭയങ്കര ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ത്രികോണമധ്യയാണ്. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞൊന്നും വിചാരിക്കരുത്, എൻ്റെ അമ്മ പറഞ്ഞു ഇവനൊക്കെ ആരാണ് പാട്ടുണ്ടാക്കാൻ കൊടുക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പാട്ട് കേട്ടിട്ടവർ അപ്പോൾ അങ്ങനത്തെ ഒരു പാട്ടാണല്ലോ. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോണർ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇതുവരെ പറ്റിയിട്ടില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട ജോണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ക കമേഴ്സ്യൽ അടിപ്പടം, ഫുൾ ഇടിപ്പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നരസിംഹമൊക്കെ ഇറങ്ങിയപ്പോൾ ഞാൻ എങ്ങനെ തിയേറ്ററിൽ നിന്ന് വൈബ് അടിച്ചോ അതുപോലെ എനിക്ക് സ്കോറൊക്കെ ചെയ്യാൻ പറ്റണ ഒരു പടം. ദിലീഷ് ഏട്ടൻ്റെ ഒരു പടം, ദിലീഷ് പോത്തൻ്റെ ഒരു പടം കിട്ടിയിട്ട് അത് OTT പടവും പാട്ടില്ലാത്ത പടമായി പോയല്ലോ എന്നുള്ള സങ്കടമായിരുന്നു എനിക്ക്. ഇനി ഇത് വെച്ചിട്ട് എന്ത് മലമറിച്ചാലും എന്ത് ആര് കാണും ആര് കേൾക്കും എന്നുള്ള ചിന്തയായിരുന്നു. പക്ഷെ എന്തോ അത് സെറ്റായി. ഞാൻ ഈ ജാതിക്കത്തോട്ടം പിന്നെ ഒന്നും പാടാനില്ല. അപ്പം അതുകൊണ്ട് വെറുതെ ഇങ്ങനെ നിന്നപ്പോൾ എന്നാ ഹൈലൈറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പം അത് വർക്കായി. മ്യൂസിക് ഡയറക്ടർ ജസ്റ്റിൻ വർഗീസ് നമ്മുടെ കൂടെ. ജസ്റ്റിൻ, ഹായ്. ഈ ഹുക്ക് കിട്ടാന്നുള്ളതേ അങ്ങനെയുള്ള പാട്ടുകൾ ഭയങ്കര ഹിറ്റ് ആവാറുണ്ട്. ഈ ദുപ്പട്ട വാല എന്നുള്ളത് ദുപ്പട്ട വാലിയാണ്, ദുപ്പട്ട വാലി എന്നുള്ളത് എപ്പോഴാ തീരുമാനിച്ചത്? ദുപ്പട്ട വാലി തീരുമാനിച്ചത് അങ്ങനെ തന്നെയാണ് പാട്ട് തുടങ്ങിയത്. സുഹൈൽ ആണല്ലോ ലിറിസിസ്റ്റ്. അപ്പം അൽത്താഫും ഞാനും സുഹൈലും കൂടി ഇങ്ങനെ ഇരുന്ന് ഇതിനകത്ത് കുറച്ച് ഒരു നോർത്ത് ഇന്ത്യൻ കളറൊക്കെ കുറച്ച് അങ്ങനത്തെ മ്യൂസിക്കിലായാലും അതിൻ്റെ മൂവിയിലും ചെറിയ ചെറിയ അങ്ങനത്തെ എലമെൻറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനത്തെ ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു കളർ കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു. ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ അതിൻ്റെ അകത്ത് വരണം എന്നുണ്ടായിരുന്നു. അപ്പോൾ പാട്ടിലും അങ്ങനെ വേണം എന്നുള്ളതുകൊണ്ട് ആണ് ഇങ്ങനെ ഈ ദുപ്പട്ടവാലിയിലോട്ട് കുറേ ഒരു തൊട്ടവാടിയില്ല എന്തോ ഒരു സംഭവം വെറുതെ ആദ്യം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഡമ്മിയായിട്ട്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ പുറത്തൊരു കുറേ ആലോചിച്ച് സുഹൈൽ പറഞ്ഞാണ് ദുപ്പട്ടവാലി. സുഹൈൽ പിന്നെ ഇങ്ങനെ ഹുക്കുകൾ ഉണ്ടാക്കാൻ, സുഹൈലാണ് ഇപ്പോൾ ഈ അടുത്ത് ഹിറ്റായ ചിറാപ്പുഞ്ചി ഹുക്കിൻ്റെ ആളാണ് അത്. പിന്നെ ഞങ്ങളൊരുമിച്ച് ചെയ്ത അശുഭമംഗളകാരി, മിനി മഹാറാണി. അപ്പോൾ സുഹൈൽ അങ്ങനെ ഒരു ഹുക്ക് ഉണ്ടാക്കുന്നതിൽ പുലിയാണ്. അപ്പം ഞാനും ഇതുപോലെ ഹുക്കുകൾ ഉണ്ടാക്കാൻ എപ്പോഴും ഫോഴ്സ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നല്ല ഹുക്ക് ചോദിച്ചു ഇങ്ങനെ ആലോചിച്ച് ദുപ്പട്ട വാലി ഇതിലുണ്ടല്ലോ. പിന്നെ അടുത്ത ലൈനിലേക്ക് വരുമ്പോ തൊട്ടാവാടി അല്ലേ? തൊട്ടാവാടി, ദുപ്പട്ടവാലി, പിന്നെ രംഗോലി, ബോലിബാലി, എന്തൊക്കെ അങ്ങനെ കുറെ എനിക്ക് തന്നെ അറിയില്ല എന്തൊക്കെയാണ്. അതെ അതെ. ഈ ഹുക്ക് വന്നാൽ പാട്ട് ഹിറ്റ് ആകുന്നുള്ളൊരു അല്ലേ അങ്ങനെ തോന്നാറുണ്ട്. അത് മറ്റേ ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാവില്ല. ചില പാട്ടുകൾ ഹുക്ക് ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ അത് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ അതിനൊരു അറ്റൻഷൻ കിട്ടുമല്ലോ. അങ്ങനെയുണ്ട്. അൽത്താഫിന്റെ സിനിമയിലൂടെയാണ് ജസ്റ്റിന്റെയും തുടക്കം. ഇൻഡിപെൻഡന്റ് ആയിട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന ഞണ്ടുകളുടെ നാട്ടിലാണ്. അൽത്താഫ് എന്താ മാറ്റി പിടിക്കാത്തെ? എനിക്ക് ആദ്യമായിട്ട് ഒരു മൂവി ജസ്റ്റ് ചെയ്യണ്ടോന്ന് ചോദിച്ചിട്ട് വന്ന ആൾ അൽത്താഫാണ്. അപ്പം എൻ്റെ ഫ്രണ്ട്, എനിക്ക് ആ സമയത്ത് ഇങ്ങനെ ഞാൻ ബിജി ബാലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഓരോ മൂവിയൊക്കെ വരുമ്പോൾ എനിക്ക് ഇച്ചിരി പേടിയൊക്കെ ആയിരുന്നു തന്നെ ചെയ്തത് എന്നെ കൊണ്ട് ഒപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പം ഞാൻ എന്തെങ്കിലും വരുമ്പോൾ മിക്കവാറും ഞാനത് അങ്ങനെ ചെയ്യാറില്ല, എടുക്കാറില്ല. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ആണ് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, അൽത്താഫ് നിന്നെ പണം ചെയ്യാൻ വിളിക്കും, അത് നീ ചെയ്തില്ലെങ്കിൽ നീ ഞാനായിട്ടൊരു ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞാൽ അൽത്താഫ് എന്നെ വിളിച്ചാൽ ഞാൻ ചെയ്യും. അൽത്താഫിനെ എനിക്ക് കുറച്ച് ആളായിട്ട് അറിയാമായിരുന്നു. ആ സമയത്ത് നമ്മൾ ഒരു ഫ്രണ്ടിൻ്റെ സ്റ്റുഡിയോയിലുണ്ട്. അപ്പം നമ്മൾ ഇടയ്ക്ക് അവിടെ ഇങ്ങനെ ഗ്യാദർ ചെയ്യുമ്പോൾ അൽത്താഫ് എപ്പോഴും അവിടെ ഉണ്ടാവും. അപ്പം അങ്ങനെ കാണും. അപ്പം ഞാൻ അൽത്താഫ് ആണെങ്കിൽ ഓക്കെ എനിക്ക് കംഫർട്ടബിൾ ആണ്. അങ്ങനെ അൽത്താഫിൻ്റെ ഒരു പടം എന്നുള്ള രീതിയിലാണ് ആദ്യമായിട്ട് പടം ചെയ്തത്. പിന്നെ അൽത്താഫായിട്ടാണ് നമ്മളങ്ങനെ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണോണ്ട് ഇപ്പോൾ ടിനു പാപ്പച്ചൻ ഞാൻ ഇപ്പോൾ 3ാമത്തെ സിനിമ ചെയ്യാൻ പോകണം. അപ്പം അതുപോലെ അൽത്താഫ് ഇതുപോലെ എപ്പോഴും നമ്മൾ സിനിമ കഴിഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് എപ്പോഴും അടുത്ത പടം ഉണ്ടെന്ന് പറയും. ഞാൻ അൽത്താഫിനോട് ഫസ്റ്റ് പടം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എന്നെ തന്നെ വെക്കണം എന്ന് ഒരു നിർബന്ധമില്ല, നിനക്ക് അങ്ങനെ നീ എൻ്റെ അടുത്ത് ലോക്കൊന്നും ആവണ്ട, നിനക്ക് ആരുടെ കൂടെ വേണമെങ്കിലും ചെയ്തോ എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. പക്ഷെ അൽത്താഫ് അല്ല ഇത് നമുക്ക് പിടിക്കാം. ടിനു പാപ്പച്ചനോടും പറഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ വേറെ ഒരാളെ വെച്ച് അല്ല മഹാമനസ്കനല്ല. അതെന്ന് വെച്ചാൽ എനിക്കെന്ന് വെച്ചാൽ ഞാനും ഒരു റിപ്പീറ്റ് അടിച്ച് ഒരു ഇതാണ്. അവരും വേറെ മാറി ചെയ്യട്ടെ, ഞാനും വേറെ ആൾക്കാരോട് ചെയ്യട്ടെ. അപ്പോൾ അവർക്കും ഇനിയിപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇനി എനിക്കെന്ത് തോന്നും എന്നുള്ളൊരു വിഷമം വേണ്ടല്ലോ. അവർക്ക് വേറെ ആൾക്കാരോട് ചെയ്യണമെന്നുണ്ടാവും. ചിലപ്പോൾ ഞാനെന്ത് വിചാരിക്കുന്നു വെച്ചാൽ പറയാത്തതാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അങ്ങനെ അവരതിനകത്ത് ഫ്രീ ആയിട്ട് ഇരുന്നോ എന്നുള്ളത് ഞാൻ തന്നെ പറയും, ഇന്ന ആളെ കൊണ്ട് ചെയ്യിച്ചു നോക്കുന്നൊക്കെ പറയാറുണ്ട്. ഇടയ്ക്ക് ഒരു ദിവസം സുഷിൻ വിളിച്ചിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ടിനു പാപ്പച്ചനെ അങ്ങോട്ട് പറഞ്ഞു വിടട്ടെ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെയാണ് അത്. എനിക്കങ്ങനെ മഹാമനസ്കേട് നേടുന്നല്ല, മീൻസ് അതൊരു രസമല്ലേ, റെപ്പിറ്റേറ്റീവ് ആവണ്ടെന്നുള്ളൊരു. അത്രേ ഉള്ളൂ.
ഈ സിനിമയിലേക്ക് പാട്ട് ചെയ്യാൻ വരും. അതായത് ഇപ്പം ഞണ്ടുകളുടെ നാട്ടിലെ നനവേറെ തന്നിട്ട് എന്റെ ഫേവറേറ്റ് ആണ്. ആ ഒരു സാഡ് സോങ് ആണ്, പക്ഷെ അത്ര ദുഃഖമുള്ള സോങ് ഒന്നുമല്ല. ഒരു അത് കേൾക്കാൻ ഭയങ്കര രസമാണ്. അങ്ങനെ പറയുമ്പോൾ അതിനകത്തൊരു സന്തോഷമുള്ളതെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് അൽത്താഫ് ഈ പാട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു ഇവിടെ ഒരു പാട്ട് വേണം. എന്നിട്ട് എനിക്കൊരു പാട്ട് റെഫറൻസ് ഏൽപ്പിച്ചു. എനിക്കാണ് പിങ്കിലെ എന്തോ പാട്ട്. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു ഈ പാട്ട് ഇങ്ങനത്തെ ഒരു പാട്ടാണ് വേണ്ടത്, പക്ഷെ ഇങ്ങനെ പാത്തോസ് ആക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പാട്ട് വേണം, ഒരു പാത്തോസ് വേണ്ട, അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര ഇമോഷണൽ ആക്കണ്ട, പക്ഷെ അതിനകത്തൊരു നൊമ്പരം വേണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് എനിക്ക് തന്ന ബ്രീഫ്. അപ്പൊ ഇപ്പൊ ആ പാട്ട് കേട്ടിട്ട് അങ്ങനെ പറയുമ്പോൾ ഒരു സുഖമാണ്. മനസ്സിലായി. പിന്നെ ആ സിനിമ ഒരു ഡെഡ് പാൻ അല്ലേ, അങ്ങനെ ട്രാജിക് കോമഡി അങ്ങനെ പറയുമല്ലോ. അപ്പൊ ആ ഈ പാട്ടിലാണ് നമുക്ക് ആ ഒരു ഇമോഷനായി, അതുവരെ ഒരു ഇമോഷൻ വന്ന പിന്നെ അടുത്ത തമാശയായിരിക്കും, അങ്ങനെ മാറി മാറി പോവാണ്. പക്ഷെ പിന്നെ അതൊരു ഷിഫ്റ്റ് ഉണ്ടാവുന്ന ഈ പാട്ടിലേക്കാണ്. അത് പ്ലേസ് ചെയ്യുന്ന ഒരു റെഫറൻസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ബ്രീഫ് എന്തായിരുന്നു? ഒന്നുണ്ടല്ലോ, ഇതുപോലെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത്, ആ വീട്ടിലൊരു സങ്കടം അങ്ങനെ പോയിക്കൊണ്ടിരുന്ന വീട്ടിലൊരു സങ്കടം വന്നു ആദ്യമായിട്ട്, അത്രേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ വിഷ്വല് കണ്ടിട്ടാണ് പാട്ട് ചെയ്തിട്ടല്ല, അത് സ്കോർ ആയിട്ട് വിചാരിച്ചിരുന്നതാണ്. എന്നാൽ പിന്നെ അവിടെ പാട്ട് ചെയ്താലോ എന്ന് വിചാരിച്ചിങ്ങനെ ആലോചിച്ചിട്ട് അങ്ങനെ പാട്ട് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് സീനൊക്കെ എൻ്റെ മുമ്പിലുണ്ട്, അങ്ങനെ ആ സീൻ ഇങ്ങനെ കണ്ടുകൊണ്ടാണ് പാട്ട് വെച്ചത്. അതുപോലെ ഇപ്പൊ അടുത്തിറങ്ങിയ സിനിമ പൈങ്കിളി പൊന്മാനൊക്കെ ഇറങ്ങി ജസ്റ്റിന്റെ, അതില് പൊന്മാനിലെ ആ പാട്ടുണ്ടല്ലോ നെഞ്ചിൽ, അത് പറഞ്ഞ പോലെ ഈ നനവേറെ കേട്ടതിന് ശേഷം അങ്ങനെ ഒരു ഇതും സങ്കടമാണ്, പക്ഷെ എന്തോ രസമുണ്ട് ആ പാട്ടിൽ, ഭയങ്കര രസമായിരുന്നു. ജ്യോതിഷേട്ടന്റെ ആദ്യത്തെ പടമായിരുന്നു, വേറൊരു മൂഡിലുള്ള പടമായിരുന്നു. അപ്പൊ ആ പാട്ടിലേക്ക് ആ ട്യൂൺ ഫസ്റ്റ് സെറ്റായ ട്യൂണാണോ അല്ലെങ്കിൽ ഒരുപാട് ആണ്? ഫസ്റ്റ് സെറ്റായ ട്യൂൺ ആയിരിക്കില്ല, എൻ്റെ അങ്ങനെ സാധ്യത കുറവാണ്. കാരണം എന്ത് ചെയ്താലും ചിലപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് തിരിച്ചൊന്ന് കേട്ട് നോക്കുമ്പോൾ പിന്നെ മാറ്റുക നമുക്ക് തന്നെ തോന്നും, ഒന്നും പിടികിട്ടുന്നത് എന്താണെന്ന് തോന്നും. അപ്പോൾ പക്ഷേ ഞാൻ അതിൻ്റെ അകത്ത് കുറച്ച് സമയം ഇരുന്ന് കമ്പോസ് ചെയ്തൊരു പാട്ട് അതായിരുന്നു. കുറച്ച് ഇങ്ങനെ നോക്കി എന്തെങ്കിലും ചെയ്തു വരുമ്പോൾ എപ്പോഴും ഞാൻ പാട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്കൊരു ലിമിറ്റഡ് അറിവേ ഇതിനകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഈ രാഗം നോക്കാം ആ രാഗം നോക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് രാഗം എക്സ്പ്ലോർ ചെയ്ത് അതുപോലൊരു സംഭവം ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ എനിക്ക് ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു റൂട്ട് അത് കുറേ കേട്ട് അതിനെപ്പറ്റി ഒന്ന് നോക്കി പഠിച്ച് അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. അപ്പം പിന്നെ അതുകൊണ്ട് തന്നെ വെറുതെ ഒരു ഫ്ലോയിൽ വരുന്ന ട്യൂൺ ചിലപ്പോൾ വീണ്ടും കേട്ട് നോക്കുമ്പോൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ഞാൻ അവിടെ നമ്മുടെ ടീമുണ്ട്, ടീമിലെല്ലാവരും വിളിച്ച് കേൾപ്പിക്കും. അപ്പോൾ ഒരു പറയും ഇത് മറ്റേ പാട്ടാണല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് അപ്പം മാറ്റും. അപ്പോൾ അങ്ങനെ മാറ്റി. അപ്പോൾ ഞാനൊരു ട്യൂൺ ഒരു ഫ്ലോയിൽ ചിലപ്പോൾ നമുക്ക് ഒരു 2 വരി കമ്പോസ് ചെയ്തിട്ട് മൂന്നാമത്തെ ലൈൻ നമുക്ക് അതിൻ്റെ ട്യൂൺ വരുന്നത് നമുക്ക് ഈ ഫ്ലോ ഈ രണ്ടാമത്തെ ലൈൻ വന്ന് നിൽക്കുന്ന ഫ്ലോയിൽ തുടങ്ങി അതിൻ്റെ മൂന്നാമത്തെ ലൈൻ വരുന്ന ഏതെങ്കിലും ഒരു പാട്ടുണ്ടാവും, ആ ഫ്ലോയിൽ ചിലപ്പോൾ അതായിരിക്കും വരുന്നത്. അപ്പോൾ ഞാൻ മനഃപൂർവ്വം ചിലപ്പോൾ അത് ബ്രേക്ക് ചെയ്തിട്ട് വേറെ ആക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് തോന്നാറുണ്ട് ചിലപ്പോൾ അങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഫ്ലോ പോകാറുണ്ട് എന്നും തോന്നാറുണ്ട്. അപ്പം ഈ പാട്ട് കമ്പോസ് ചെയ്തപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുറച്ച് കോട്ട്സൊക്കെ വായിച്ച് നോക്കി അങ്ങനെ റൂട്ടൊക്കെ പിടിച്ച് പോയി അങ്ങനെ കമ്പോസ് ചെയ്തതാണ്. ഡയറക്ടർക്ക് കൊടുക്കുമ്പോഴേ കൊടുത്തു കഴിഞ്ഞ ഒരുപാട് ചേഞ്ചസ് അങ്ങനെ വരാറുണ്ടോ? വരാറൊക്കെ ഉണ്ട്, ചില പാട്ടുകൾക്ക് വരാറുണ്ട്, നമ്മൾ വീണ്ടും ചെയ്യാറുണ്ട്. ഒരുപാട് പണിയെടുത്തൊരു പാട്ട് ഏതായിരിക്കും? ഒരുപാട് പണിയെടുത്ത പാട്ടുകൾ സത്യം പറഞ്ഞാൽ പാട്ടുകൾ എനിക്ക് അങ്ങനെ ഒരുപാട് പണിയെടുക്കേണ്ട പാട്ടുകൾ വന്നിട്ടില്ല. സ്കോർ എപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ മാറ്റും, കാരണം അവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. പാട്ടുകൾ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് പണിയെടുത്തിട്ട് പാട്ടുകൾ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. എല്ലാം മിക്കവാറും 1-2. പിന്നെ ഞാനെപ്പോഴും 2-3 പാട്ടുകൾ ചെയ്യും. ഞാൻ ഒരു പാട്ട് ചെയ്യും, പിന്നെ തൃപ്തി വരാണ്ടാകുമ്പോൾ കുറച്ച് ഒരു പാട്ടോട് ചെയ്യും ഈ സെയിം സിറ്റുവേഷനിൽ. അപ്പം നനവേറയ്ക്ക് എൻ്റെ അടുത്ത് ഒരു 6 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അൽത്താഫ് വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആദ്യം കേൾപ്പിക്കും, അതായിരുന്നു നനവേറെ. അപ്പോൾ അൽത്താഫിന് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ബാക്കി 2-3 ഓപ്ഷൻസും വേറെ ഓപ്ഷൻസൊക്കെ കേൾപ്പിച്ചു. ഞാൻ ഇപ്രാവശ്യം അതിനകത്ത് ഒരു ഓപ്ഷൻ എടുത്ത് ഇറക്കിയാലോ എന്ന് ആലോചിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ വേറെ എന്തൊക്കെ കിട്ടിപ്പോയതുകൊണ്ട് വേറെ ഈ 6 ചെയ്തതിൽ ബാക്കി 5 വേറെ എവിടെ ഉപയോഗിച്ചിട്ടില്ല. ഇല്ല, അത് എപ്പോഴും അങ്ങനെ വിചാരിക്കും ഉപയോഗിക്കാന്ന്. പക്ഷെ അപ്പോൾ ആ സമയത്ത് വേറെ എന്തെങ്കിലും വരുമ്പോൾ വിചാരിക്കും വന്നാൽ പിന്നെ അതാണോ നല്ലത് ഇതാണോ നല്ലതെന്ന് വെച്ചിട്ട് പുതിയത് ചെയ്യും. പിന്നെ നമുക്ക് തോന്നില്ല ഇത് ഇപ്പോൾ ഈ മ്യൂസിക് ഈ ഒരു ട്യൂൺ ഇത് ഒരു ഔട്ട്ഡേറ്റഡ് പോലെ ആയോ എന്നൊക്കെ തോന്നൂലോ. അപ്പോൾ എന്നാൽ പിന്നെ വേണ്ടെന്ന് വിചാരിക്കും. ദുപ്പട്ട വാലിയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും കൺഫ്യൂഷനായിരുന്നു. എനിക്ക് ദുപ്പട്ട വാലിയൊക്കെ ഇറങ്ങി കഴിയുമ്പോഴും പേടിയായിരുന്നു. ആൾക്കാരെന്തെങ്കിലും പറയും ഇതെങ്ങനെയാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ. എനിക്ക് എൻ്റെ ഒരു പാട്ടും പിടികിട്ടാ, അതായത് ഇത് സെറ്റാണ് അങ്ങനെ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം അത് എനിക്ക് തോന്നണില്ല അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്ന ആൾക്കാർക്ക് എന്ത് ഇഷ്ടപ്പെടുന്നത്. ചിലത് പിന്നെ എല്ലാ ആൾക്കാരും ജാതിക്കത്തോട്ടമൊക്കെ ചെയ്ത സമയത്ത് എല്ലാവരും പറഞ്ഞു അടിപൊളിയാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ
പിന്നെ അവർ അപ്പോൾ ജോമോൻ ചേട്ടനായിരുന്നു ഷൂട്ട് ചെയ്തത്. അപ്പോൾ ജോമോൻ ചേട്ടൻ പറഞ്ഞു ഈ പാട്ട് എന്തായാലും ഹിറ്റാവും, അപ്പം നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്ത് പോരാ, നമുക്ക് കുറച്ചുകൂടി ഷൂട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അതല്ലെങ്കിൽ ആൾക്കാർ നമ്മൾ ചീത്ത വിളിക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ ഇത്ര ഓവർ കോൺഫിഡൻസ് ഒന്നും കാണിക്കണം കേട്ടോ, എനിക്ക് ഇതൊരു അങ്ങനത്തെ ഒരു എക്സ്പെരിമെൻ്റൽ പാട്ടാണ്, ചേട്ടൻ അങ്ങനെ എത്രയൊന്നും വിചാരിക്കണം എന്നൊക്കെ പറയുന്നത് എനിക്ക് പേടിയുണ്ടായിരുന്നു. പിന്നെ പാട്ടിറങ്ങി അങ്ങനെയൊക്കെ ആയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഹിറ്റൊക്കെ ആയി. അപ്പം അത് പക്ഷെ നമുക്ക് ചെയ്യുമ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷെ ചില ട്യൂണുകൾ നമുക്ക് തന്നെ ഒരു സന്തോഷം തരും. ഞാൻ ചില പാട്ടുകൾ എൻ്റെ പാട്ടുകൾ പിന്നെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ കേൾക്കാറില്ല. ഇപ്പം നെഞ്ചിൽ പണ്ട് ഞാൻ റീലിൽ വന്നപ്പോൾ കേട്ടതല്ലാണ്ട് ഞാൻ ആ പാട്ടിരുന്ന് ഫുള്ളായിട്ട് കേട്ടിട്ടേ ഉണ്ടാവില്ല, ഞാൻ കേൾക്കാറില്ല എൻ്റെ പാട്ട് വീണ്ടും. പിന്നെ അതല്ലെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും നമ്മുടെ ഈ പാട്ട് ഈ ആൾക്കാർ കേൾക്കണമെന്ന് ആഗ്രഹമുള്ള ഉണ്ടാവും. അപ്പോൾ ഞാൻ വിശുദ്ധ മെജോ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിനകത്ത് ഞാൻ ഇതുവരെ ചെയ്ത പാട്ടുകളിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആൽബമാണത്. പക്ഷെ അത് അപ്പോൾ സിനിമ അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല, പിന്നെ അപ്പോൾ പാട്ടുകളും ശ്രദ്ധിക്കപ്പെട്ടില്ല. അപ്പോൾ അത് ഭയങ്കര എനിക്ക് സുഹൈലും ഞാനും കൂടി തന്നെ ചെയ്തത്, സുഹൈലായിരുന്നു എഴുതിയത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇരുന്ന് പറഞ്ഞു ഞങ്ങൾ അപ്പം ആ പാട്ടുകൾ ഇപ്പം ഞങ്ങൾ ആരെങ്കിലും കേൾപ്പിച്ചു കൊടുക്കുമ്പോൾ ഇത് പാട്ട് ഇത് കേട്ടിട്ടില്ല നല്ല പാട്ടുകളെന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അതിനി എന്താ കേൾപ്പിക്കാൻ എന്താ വഴി എന്നൊക്കെ വിചാരിക്കും. കാരണം അത് അത്ര ഇഷ്ടമുള്ള അത് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. ഈ സിനിമകൾ ഹിറ്റ് ആവാത്തത് പാട്ടിനെ ഉണ്ടായിരിക്കും, സിനിമ നന്നായി വർക്ക് ആവാത്തത് ഇപ്പോൾ ബാധിക്കാറുണ്ട്. പക്ഷെ ചില പാട്ടുകൾ അതിനും മേലെ പോകാറുണ്ട്. പക്ഷെ സിനിമ ഹിറ്റായാൽ ഭയങ്കര ഗുണമാണ്. അപ്പൊ പാട്ട് നമ്മൾ വലിയ അത്ര മോശമല്ലാതെ പാട്ട് ചെയ്താൽ എന്തായാലും അത് കയറും. എന്ന് വെച്ചാൽ നമ്മൾ ചില പാട്ടുകൾ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഓക്കെ ആയിട്ട് പോകണ്ടാവും, പക്ഷെ ഹിറ്റായി കഴിഞ്ഞിട്ട് അത് ഒരൊറ്റ കയറ്റം കയറാറുണ്ട്. അപ്പം ചില പാട്ടുകൾക്ക് അങ്ങനെ ചില പാട്ടുകൾ നേരത്തെ ഹിറ്റ് ആവാറുണ്ടല്ലോ, പക്ഷെ പടം ഇറങ്ങി കഴിഞ്ഞിട്ട് ചിലപ്പോൾ പടം നന്നായില്ലെങ്കിൽ പിന്നെ അതവിടെ അങ്ങനെ അങ്ങോട്ട് പോകും. പക്ഷെ എപ്പോഴും അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ ചില ഫെസ്റ്റിവൽ സോങ്സ് ഒക്കെ അങ്ങനെ പൊക്കോളും. അതിന്റെ ഒരു സീസണിൽ പ്ലേ ചെയ്യാൻ പറ്റുന്ന പാട്ടുകൾ അങ്ങനെയൊക്കെ അത് പോകും. ഇൻസ്റ്റയാണ് രക്ഷകൻ. അതെ ഞാൻ ഈ പൈങ്കിളി എന്ന് പറഞ്ഞിട്ടൊരു പടം ചെയ്തത്. അപ്പൊ അതിൻ്റെ അകത്തും വാഴ്ക്കയും പിന്നെ ത്രികോണമധ്യ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് പൈങ്കിളിയിൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ത്രികോണമധ്യയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞൊന്നും വിചാരിക്കരുത്, എൻ്റെ അമ്മ പറഞ്ഞു ഇവനൊക്കെ ആരാണ് പാട്ടുണ്ടാക്കാൻ കൊടുക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പാട്ട് കേട്ടിട്ട് അപ്പോൾ അങ്ങനത്തെ ഒരു പാട്ടാണല്ലോ. പക്ഷെ എനിക്ക് ആ ആൽബത്തിലെ ഏറ്റവും ഇഷ്ടം ത്രികോണമധ്യയാണ്. അപ്പോൾ പക്ഷേ ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ പാട്ട് അങ്ങനെ ഇതാരും കേൾക്കണില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് സങ്കടപ്പെട്ടിരുന്നപ്പോഴാണ് ഇൻസ്റ്റയിൽ ഇത് വന്നത്. അത് ഇൻസ്റ്റയിൽ വന്നപ്പോൾ കുറേ റീൽസൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഇതിനെ പറ്റിയൊക്കെ വന്നു. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ ഇടയ്ക്ക് ഇൻസ്റ്റയിലും റീലൊക്കെ വരുമ്പോൾ ത്രികോണമധ്യേ മൂലബിന്ദു കുടുങ്ങി അങ്ങനെയൊക്കെ ക്യാപ്ഷൻ വരാറുണ്ട്, എന്തെങ്കിലും അബദ്ധം പറ്റുമ്പോൾ ഒക്കെ. അപ്പോൾ സന്തോഷമായി. അപ്പോൾ അത് എഴുതി കഴിഞ്ഞിട്ടാണോ എഴുത്തും റെക്കോർഡിംഗ് ഒക്കെ ഒരുമിച്ചായിരുന്നു. ഭയങ്കര ഇങ്ങനെ ഒരുമിച്ച് എല്ലാം കൂടി ഒരു ദിവസം ഒരു പാട്ട് അങ്ങനെയൊക്കെ വെച്ചിട്ട് പറപ്പിച്ചിരുന്നു. മ്യൂസിക് ചെയ്തിട്ടായിരുന്നു എഴുതിയത് അല്ലെങ്കിൽ അല്ല എന്ന് വെച്ചാൽ എഴുത്തും ഒക്കെ ഇങ്ങനെ പാരലലി ഒരുമിച്ചിരുന്നു ഞാനും വിനായകും. അപ്പോൾ വിനായകും നമ്മൾ എനിക്ക് ഇങ്ങനെ ആ പടത്തിൽ കുറച്ച് എക്സ്പെരിമെന്റൽ പരിപാടികൾക്കുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റൈറ്റർ ജിത്തു ഉണ്ടായിരുന്നു. അപ്പോൾ ജിത്തുവിന് അങ്ങനത്തെ പരിപാടികളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മളങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പാട്ട് ഒരു കണക്കുകൂട്ടലുകൾ തെറ്റി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ. അപ്പോൾ ആ കണക്ക് നമുക്ക് ഇതിൻ്റെയൊക്കെ ട്രയാങ്കിളിന് ത്രികോണം ഇങ്ങനെ എല്ലാം മലയാളം മീഡിയം മാത്സ് അതിൻ്റെ ടേംസ് എല്ലാം മലയാളം മീഡിയത്തിൽ നമ്മൾ എന്താ പഠിച്ചത് അത് പിടിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് അങ്ങനെ പിടിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ അങ്ങനെ സംസാരത്തിൽ വന്നു. അപ്പോൾ പിന്നെ വിനായക് ഇങ്ങനെ കുറേ സംഭവങ്ങൾ എഴുതി. പിന്നെ അതിനകത്തൊരു മീറ്റർ, അപ്പോൾ ഒരു സാധനം കിട്ടി, ഒരു ഡ്രോപ്പ് കിട്ടി, അങ്ങനെ എല്ലാം അതിൻ്റെ പ്രൊഡക്ഷനും ഇതിൻ്റെ എഴുത്തും ട്യൂണൊക്കെ ഇങ്ങനെ പാരലലി പോയി അങ്ങനെയാണ്. ഞാൻ ആ പാട്ട് കേൾക്കുമ്പോൾ ട്യൂൺ എങ്ങനെ എനിക്ക് ട്യൂൺ എന്ന് പറയാൻ അങ്ങനത്തെ ഒരു ട്യൂണല്ല, അങ്ങനത്തെ ഒരു പറച്ചിൽ പാട്ടാണല്ലോ. അപ്പോൾ പക്ഷെ അത് ജിത്തുവും കുറച്ച് അങ്ങനത്തെ കാര്യത്തിന് കുറച്ച് ഇഷ്ടമുള്ള ആളായതുകൊണ്ട് പിന്നെ അങ്ങനെ മറ്റേ പാട്ട് ഭയങ്കര ഹിറ്റ് ആണല്ലോ. അതെന്ന് വെച്ചാൽ ഒരു തമിഴ് പാട്ട് വേണം. അപ്പം ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു തമിഴ് പാട്ട് ചെയ്യുമ്പോൾ നമുക്ക് മലയാളത്തിൽ കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കോമഡി ആയിട്ട് തോന്നും, പക്ഷെ തമിഴിൽ കേൾക്കുമ്പോൾ ഒരു ഫീൽ ഗുഡ് പാട്ടായിരിക്കും. അങ്ങനെ പിടിച്ചാലോ ഒന്ന് ആലോചിച്ചിട്ട് അങ്ങനെ വാക്കുകളൊക്കെ വെച്ച് പക്ഷെ വിനായക് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് പേടിയായി, പണി പാളോ എന്നൊക്കെ പേടിയായി. പക്ഷെ പിന്നെ
ജിത്തു പറഞ്ഞു അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഡയറക്ടർ ശ്രീജിത്തേട്ടൻ, അപ്പോൾ ശ്രീജിത്തേട്ടനും ചെറിയ പേടി ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും പിന്നെ അങ്ങനെ വിടാമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനത്തെ ഒരു ടോൺ കണ്ടെത്തി, ചെന്നൈയിൽ നിന്നൊരു വോയിസ് അങ്ങനെ കിട്ടി. എന്നുവെച്ചാൽ ഒരു തമിഴ് ആളിനെ പാടണം എന്നുണ്ടായിരുന്നു. കാരണം എന്നാലാണ്, അതല്ലെങ്കിൽ നമ്മൾ ഈ വാക്കുകളൊക്കെ പ്രയോഗിക്കുന്നതും അവർ പ്രയോഗിക്കുന്നതും വ്യത്യാസമുണ്ട്. അപ്പം അത് അവരുടെ അവരുടെ ഫീൽ ഗുഡ് പാട്ടായിട്ടാണ് നിൽക്കേണ്ടത്. നമുക്ക് ചിരി വരുന്നത് ഓക്കെ, ചിരി വരും എന്നാണ് തോന്നിയത്. ഈ വാക്കും ജസ്റ്റിനും നല്ല ബന്ധമുണ്ടല്ലോ. അല്ല എനിക്ക് എപ്പോഴും അതെ ഓക്കെ. പക്ഷെ ആ പാട്ട് ഞാൻ ആദ്യമായിട്ട് കേൾക്കുമ്പോഴേ ഞാൻ വിചാരിച്ചു തമിഴ് പാട്ടാണ്, പഴയ ഏതോ പാട്ടായിരിക്കാം, റീയൂസ് ചെയ്തായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അങ്ങനെ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്. ഈ പല സ്റ്റൈലുള്ള ഡയറക്ടേഴ്സിന്റെ കൂടെ, ഇപ്പം ഗിരീഷ് ഷെഡിയുടെ കൂടെ ചെയ്തു, അൽത്താഫിന്റെ കൂടെ ചെയ്യുന്നു, ദിലീഷ് പോത്തന്റെ കൂടെ സിനിമ ചെയ്തു, പിന്നെ ടിനു പാപ്പച്ചന്റെ കൂടെ, പല സ്റ്റൈലാണല്ലോ ഇവരുടെ കൂടെ ഒക്കെ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോണർ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇതുവരെ പറ്റിയിട്ടില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട ജോണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ക കമേഴ്സ്യൽ അടിപ്പടം, ഫുൾ ഇടിപ്പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നരസിംഹമൊക്കെ ഇറങ്ങിയപ്പോൾ ഞാൻ എങ്ങനെ തിയേറ്ററിൽ ഇരുന്ന് വൈബ് അടിച്ചോ അതുപോലെ എനിക്ക് സ്കോറൊക്കെ ചെയ്യാൻ പറ്റണ ഒരു പടം, പാട്ടും അങ്ങനെ. അതായത് അല്ലെങ്കിൽ നമ്മൾ ചില തെലുങ്ക് പടം എന്തിനു പറഞ്ഞാൽ ഞാൻ ബാലയ പടമൊക്കെ ചുമ്മായിരുന്നു ഞാൻ കാണാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ഡാക്കു മഹാരാജൊക്കെ 3 പ്രാവശ്യം കണ്ടു. എനിക്കിഷ്ടമാണ് അതിൻ്റെ സ്കോറൊക്കെ എനിക്ക് കാണാതെയൊക്കെ അറിയാം. അപ്പം അത് കാരണം കൊണ്ട് കുറേ എനിക്ക് തമ്മൻ സ്കോർ ചെയ്യുന്ന അങ്ങനത്തെ മാസ് സാധനങ്ങളൊക്കെ സ്കോർ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം അത് ഞാനിങ്ങനെ കാണും, ആരെങ്കിലും വരുമ്പോഴത്തെ കാണിച്ചു കൊടുക്കും, ഇന്ന് കണ്ടുനോക്കി പടം കണ്ടുനോക്കി എന്ന് പറഞ്ഞിട്ട് ഡാക്കു മഹാരാജ്. അപ്പം എനിക്ക് അങ്ങനത്തെ സിനിമകൾ ചെയ്യാൻ ഇഷ്ടം. അങ്ങനത്തെ പക്ക കമേഴ്സ്യൽ പടം, കുറച്ച് ഐറ്റം സോങ്, മറ്റേ കുത്ത് സോങ്, മറ്റേ ഇടി സോങ്, അങ്ങനത്തെ സ്കോർ BGM അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള പടം ചെയ്യാൻ ഇഷ്ടം. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു പക്ക കമേഴ്സ്യൽ മാസം എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പം ടിനു പാപ്പച്ചൻ്റെ മാസമാണ് ഇടയ്ക്ക് എനിക്ക് കിട്ടണ ഒരു മാസം ടിനു പാപ്പച്ചന്. ടിനു പാപ്പച്ചന് അവൻ്റെ വേറൊരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ഉണ്ട് ടിനുവിന്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സിംഗിൾ ഷോട്ടുകളും അങ്ങനെയൊക്കെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനത്തെ അപ്പം എനിക്ക് മറ്റേ സംഭവം ചെയ്യാൻ പറ്റില്ല. ഞാനെന്നിട്ട് പിന്നെ ചിലപ്പോൾ നിർബന്ധിക്കും. അതെ ഞാൻ അവനോട് പറയാം. അപ്പോൾ അവൻ പറയാം അങ്ങനെ പടം ചെയ്യാൻ പറ്റില്ല, നമ്മുടെ റോ മാസം എന്ന് പറയും. അപ്പം എനിക്ക് റോ മാസം, എനിക്കൊരു പക്ക കമേഴ്സ്യൽ മാസം ചെയ്യണം എന്നുണ്ട്. അപ്പോൾ ഞാൻ മാസ് പടം ഇറങ്ങാൻ പോകുന്ന അറിയുമ്പോഴേ അങ്ങനെയുള്ള ഡയറക്ടേഴ്സിനെ പോയി. പക്ഷെ മലയാളത്തിൽ ഇപ്പം അങ്ങനെ കുറവാണല്ലോ അല്ലേ? മലയാളത്തിൽ കുറവാണ്. അല്ല എനിക്ക് ഞാൻ അങ്ങോട്ട് അങ്ങനെ പോയി ആരോട് ചോദിക്കാറില്ല. എനിക്ക് അത് എന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴെന്ന് വെച്ചാൽ അത് എനിക്ക് എൻ്റെ അഹങ്കാരം കൊണ്ടല്ല, ഞാനൊരാളോട് പോയി ചോദിച്ചാൽ അവർ ഓൾറെഡി എന്തെങ്കിലും സെറ്റായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓൾറെഡി ഒരു മ്യൂസീഷ്യൻ അതിനകത്ത് സെറ്റായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കതൊരു ബുദ്ധിമുട്ടാവില്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. ആരെങ്കിലും വിളിക്കണേന്ന് ആഗ്രഹിക്കാറുണ്ട്. പിന്നെ നമ്മൾ മറ്റേ ഞാൻ ഇടയ്ക്ക് ഇപ്പോൾ പറയും, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഹിന്ദി ചില ഇത് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ അതിൽ പോയിട്ട് മറ്റേ നമ്മളിങ്ങനെ ട്രോളിലൊക്കെ ആണല്ലേ അങ്ങനെ അവിടെ ഉണ്ട് എന്നൊക്കെ അങ്ങനെയൊക്കെ നോക്കും. പക്ഷെ അതല്ലാണ്ട് ഞാൻ ആരോടും പോയിട്ട് ഇങ്ങനെ നിങ്ങൾ മാസ് പടം ചെയ്യുമ്പോൾ എനിക്കങ്ങനെ പറയാൻ അത് അവർക്കൊരു ബുദ്ധിമുട്ടാവരുതല്ലോ, ഞാനൊരു ലോക്കാവരുതെന്ന് എനിക്ക് നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ രണ്ടാമത്തെ സിനിമ വേറെ ആളെ കൊണ്ട് ചെയ്യിപ്പിച്ചോ എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാനത് പറഞ്ഞ അവർക്കൊരു ലോക്കാവരുത്, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കണമല്ലോ അങ്ങനെ വിചാരിച്ച് ചെയ്യരുത്. ആരെങ്കിലും ഇവൻ ചെയ്തത് സെറ്റായിരിക്കും എന്ന് വിചാരിച്ച് വന്നു കഴിഞ്ഞാൽ അത് ചെയ്യണം. അത് ഞാൻ എൻ്റെ ജീവൻ പണയം വെച്ചും ഒരു മാസ് ചെയ്യും എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് ഇതുപോലെ ഇടയ്ക്ക് വല്ല തെലുങ്ക് മൂവീസൊക്കെ എൻക്വയറി വരാറുണ്ട്. പക്ഷേ അപ്പം ഞാൻ നോക്കും ഇത് അങ്ങനത്തെ ഒരു പരിപാടിയാണോ നോക്കും. അപ്പോൾ എനിക്ക് വരുന്നത് അങ്ങനത്തെ പരിപാടി ആയിരിക്കില്ല. ചിലപ്പോൾ അച്ചക്കച്ചാന്തരം, ചാവേറ് കണ്ടിട്ട് ആ ടൈപ്പ് പടങ്ങൾ, അല്ലെങ്കിൽ ജോജി പോലത്തെ പടങ്ങൾ അങ്ങനെയൊക്കെ വരും. അപ്പോൾ എനിക്ക് അതിനകത്ത് ഈ സംഭവം അല്ല, ഈ സംഭവം അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ. ജോജി പറയുമ്പോൾ ജോജിയിലെ തീമും അതിന്റെ സ്കോറും അത് ഞാൻ മിക്ക ദിവസങ്ങളും അത് കേൾക്കാറുണ്ട്. അതിന്റെ ആ സിനിമ ഇറങ്ങിയ ശേഷം എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു വേൾഡ് ക്ലാസ് മ്യൂസിക്, അല്ലെങ്കിൽ നമ്മൾ പുറത്തൊക്കെ കേൾക്കുന്ന ആ ഒരു വെസ്റ്റേൺ മ്യൂസിക്കിന്റെ ഒരു പവർ. അതുപോലെ തന്നെ ഈ നെറ്റ്ഫ്ലിക്സിലൊക്കെ നമ്മൾ പല ക്രൈം സീരീസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അങ്ങനെയാണ്. ജോജി തന്നൊരു വലിയ മാറ്റം എന്താ? ജോജി തന്ന വലിയൊരു മാറ്റം, ഒന്ന് സ്റ്റേറ്റ് അവാർഡ്, രണ്ട് സ്കോറിങ്ങിന് അതിന് സ്കോർ മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം ബോളിവുഡ് ഒരു 3 പടം ഇപ്പോൾ ചെയ്യാൻ പറ്റി. അത് ജോജി കാരണമാണ്. ജോജി കണ്ടിട്ടാണ് എന്നെ അന്ന് സ്ത്രീയുടെ ഡയറക്ടർ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്തു, ജോജിയുടെ സ്കോർ ഇഷ്ടപ്പെട്ടു, കോൺടാക്ട് നമ്പർ തരാൻ പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തു. അപ്പം ഞാനന്ന്
കുറച്ച് പേടിച്ചു പോയി. കാരണം ഞാൻ അതിന് ഒരാഴ്ച മുമ്പ് സ്ത്രീ കണ്ടുള്ളൂ. സ്ത്രീ കണ്ട് പൊളി പടം എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോൾ സ്ത്രീയുടെ ഡയറക്ടർ എനിക്ക് മെസ്സേജ് അയച്ചേക്കാണ്. അപ്പോൾ ഞാൻ എക്സൈറ്റഡ് ആയി. പക്ഷേ എനിക്ക് പേടിയും കൂടി ആയതുകൊണ്ട് ഞാൻ മെസ്സേജ് ചെയ്യാൻ 2 ദിവസം വൈകി. 2 ദിവസം വൈകിയാണ് മെസ്സേജൊക്കെ ചെയ്ത്. പിന്നെ പുള്ളി വിളിച്ചു. അങ്ങനെ നമ്മൾ അന്ന് തൊട്ട് പ്ലാനിങ് ഉണ്ട് പരിപാടി എന്തെങ്കിലും പുതിയ. പുള്ളി എന്നെ 2-3 പടങ്ങൾക്ക് വിളിച്ചായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ഇവിടെ പാരലലി വേറെ പടങ്ങളൊക്കെ നടന്നുകൊണ്ട് എനിക്ക് കുറച്ച് ടെൻഷൻ ആയതുകൊണ്ട് പോയില്ല. പക്ഷെ അതുകൊണ്ട് അവസാനം ഇപ്പോൾ സ്ത്രീ മുഞ്ചിയ എന്ന് പറഞ്ഞ പടം ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ മുഞ്ചിയ സ്ത്രീ സ്കൈ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് മുഞ്ചിയായിരുന്നു. അതെന്ന് വെച്ചാൽ സ്ത്രീയാണ് ചെയ്യാനിരുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു പടം വരെ ഓൾറെഡി റെഡി ആയിരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ പടം കണ്ടുനോക്ക്, ഇഷ്ടപ്പെടാണെങ്കിൽ ഇത് ചെയ്യ്, അല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി അത് വിട്ടിട്ട് ഇനി ഇത് ചെയ്യുമോ, ഇനി അത് ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ എൻ്റെ സ്ത്രീയും പോകും എന്നൊക്കെ പേടിയുണ്ടായിരുന്നു. പിന്നെ പടത്തിൻ്റെ പേര് മുഞ്ചിയാന്നായതുകൊണ്ട് അപ്പോൾ ഞാൻ ആ സിനിമ എന്നിട്ട് പിന്നെ സിനിമ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ചെയ്യാം എന്ന് വിചാരിച്ചു. സ്കോർ ചെയ്യാൻ നല്ല സ്കോപ്പ് ഉണ്ടായിരുന്നു. ഇപ്പം ജോജി ചെയ്യുമ്പോഴേ അത് പാട്ട് വേണം എന്ന് അങ്ങോട്ട് ആവശ്യപ്പെട്ടില്ല? അങ്ങനെയല്ല, എന്നെ കൊറോണ സമയത്താണ് ദിലീഷ് ഏട്ടൻ വിളിക്കുന്നത്. അപ്പം ഞാൻ ബിജി ബാലേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തതാണ്. എല്ലാ സിനിമകൾ ദിലീഷേട്ടൻ്റെ കൂടെ പടങ്ങളിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ആ സമയത്ത് വന്ന് സോൾട്ട് ആൻഡ് പെപ്പറും ഒക്കെ തൊട്ട് എനിക്ക് അറിയാം. ശ്യാം പുഷ്കരൻ എല്ലാവരും അറിയാം. അപ്പോൾ ബീച്ചേട്ടൻ്റെ അടുത്ത് വെച്ചു. പക്ഷേ അവിടെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ ദിലീഷേട്ടൻ വിളിച്ചു. അപ്പോൾ എനിക്ക് എന്നെ ഇങ്ങനെ ഇതിനു വേണ്ടി വിളിച്ചു. അപ്പം ഞാൻ നോക്കുമ്പോൾ ബീച്ചേട്ടൻ ചെയ്ത പാട്ടുകളെല്ലാം ഹിറ്റാണ്. അത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചതാണല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് ആദ്യം തന്നെ പറഞ്ഞു ഇതിൻ്റെ പാട്ടുകളില്ല. അപ്പോൾ ഒരു തരത്തിൽ സമാധാനമായി. കാരണം എനിക്ക് പാട്ടൊക്കെ ചെയ്ത് ഹിറ്റാക്കാൻ പറ്റുമോ എന്ന് എനിക്ക് പേടി. പിന്നെ പക്ഷെ സങ്കടമായി, കാരണം പാട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇത് OTT മൂവിയാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ സങ്കടമായി, ഒരു തിയേറ്ററിലും വരില്ല. അപ്പോൾ ദിലീഷ് ഏട്ടൻ്റെ ഒക്കെ ഒരു പടം ദിലീഷ് പോത്തൻ്റെ ഒരു പടം കിട്ടിയിട്ട് അത് OTT പടവും പാട്ടില്ലാത്ത പടമായി പോയല്ലോ എന്നുള്ള സങ്കടമായിരുന്നു എനിക്ക്. ഇനി ഇത് വെച്ചിട്ട് എന്ത് മലമറിച്ചാലും എന്ത് ആര് കാണും ആര് കേൾക്കും എന്നുള്ള ചിന്തയായിരുന്നു. പക്ഷേ എന്തോ അത് സെറ്റായി നമ്മൾ ചെയ്യണ സമയത്തും ഞാനത് സ്കോറൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും വീണ്ടും കേട്ടിട്ട് ഇങ്ങനെ സ്ട്രിങ്സ് ഇങ്ങനത്തെ പരിപാടികളാണ്. അപ്പം നമ്മുടെ കൂടെയുള്ള ടീം എല്ലാവരും ഉണ്ട്. എല്ലാവരും സീരിയലല്ലേ, സീരിയൽ പോലെ ഇരിക്കണില്ലല്ലോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്യുക. എനിക്കിങ്ങനെ ഒരു സീനിൽ ഒരു ടോൺ ഒരു കുഞ്ഞ് സീനായ പോലെ അതിനകത്തൊന്നും ഭയങ്കര നമ്മൾ സ്ഥിരം കേട്ടിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ മലയാളം ഇതിനകത്ത് സ്ഥിരം വരുന്ന അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പെട്ടെന്ന് ചെയ്യുന്ന പോലത്തെ വരരുത് എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വീണ്ടും എല്ലാവരോടും ചോദിക്കും ഇങ്ങനെ ഇതെങ്ങനെയുണ്ട്, അങ്ങനെ നമ്മൾ അങ്ങനെയൊക്കെ തന്നെ ചെയ്തു പോയത്. അപ്പം പിന്നെ അത് എന്തോ അത് സെറ്റായി വർക്കൗട്ടായി. അതിലെ ആ സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഫുള്ളും പുറത്തുനിന്നാണ് റെക്കോർഡ് ചെയ്തത്, അങ്ങനെയാണോ? കുറച്ച് ഇവിടെ ഞാനിത് ആദ്യം പ്ലേ ചെയ്തപ്പോൾ ഇവിടെ നമ്മുടെ ഒരു കാരോൾ എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനുണ്ട്, ഞങ്ങളൊക്കെ കരോളേട്ടൻ എന്ന് വിളിക്കുന്ന. അതെ അതെ. അപ്പോൾ ഞാനെപ്പോഴും പുള്ളിക്കാരനെ കൊണ്ട് വിളിച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന സമയത്ത് ഡമ്മി ചെയ്തപ്പോൾ മെലഡിയൊക്കെ ഞാനിത് ചെയ്യുമ്പോൾ ദിലീഷ് ചേട്ടനെ ഞാനിത് കീബോർഡിൽ ഒരു വയലിൻ ടോണൊക്കെ ഇട്ട് വായിച്ച് കേൾപ്പിച്ചാൽ ഇത് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ബെഡ് ഒരു സംഭവം ഉണ്ടാക്കി ബേസിക് സംഭവങ്ങളൊക്കെ ചെയ്ത്. അപ്പോൾ എൻ്റെ കൂടെ വൈശാഖ് എന്ന് പറഞ്ഞിട്ടൊരു അപ്പോൾ വൈശാഖ് ഞങ്ങൾ ഒരുമിച്ച് കുറേ വർക്ക് ചെയ്യുന്നത്. അവൻ സ്ട്രിങ്സ് അറേഞ്ച്മെൻ്റൊക്കെ അങ്ങനെ അധികം അന്ന് ചെയ്തിട്ടില്ലായിരുന്നു. എനിക്ക് തോന്നി ഇവൻ അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റിനൊക്കെ ഉള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ എനിക്കറിയാവുന്ന നമ്മുടെ പുലികൾ കുറേ പേരുണ്ട് ഇവിടെ അങ്ങനെ അറേഞ്ച് ചെയ്യുന്നവരൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ വൈശാഖ് കൂടി ഇരുന്നിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് നമ്മൾ ഒരു ഡെമോ ഉണ്ടാക്കി അയച്ചപ്പോൾ ദിലീഷേട്ടന് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിനൊക്കെ അതിൻ്റെ എല്ലാം ബേസിക് ആയിട്ടുള്ള അതിൻ്റെ ബെഡിൽ വായിച്ചിട്ടുള്ളത് എല്ലാം ഈ കാരോളേട്ടനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഇന്റർനാഷണൽ സ്കോർ എല്ലാം വെച്ചപ്പോഴും ഞാൻ ഒരു സ്ഥലത്ത് ഒരു പീസിൽ കാരോളേട്ടൻ പ്ലേസ് ചെയ്ത്. കാരണം പുള്ളിക്കാരൻ അത്രയും നമ്മുടെ സപ്പോർട്ട് ചെയ്ത് നിന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ഇപ്പൊ ഒരുപാട് പേര് പുറത്ത് അല്ലെ, നമ്മുടെ പുറത്ത് ഇപ്പൊ യൂറോപ്യൻ കൺട്രീസിൽ അവിടെയൊക്കെ റെക്കോർഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്തുണ്ട് എനിക്ക് തോന്നുന്നു ജെക്സ് ബിജോയ് അതിന് മുമ്പേ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ വേറെ ആരുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ ജെക്സ് ബിജോയ് എന്തോ ഒരു ആൽബത്തിൽ ചെയ്തത് ഞാൻ എപ്പോഴും കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാനല്ലായിരുന്നു ആദ്യമായിട്ട്. പിന്നെ അങ്ങനെ പിന്നെ രാഹുലേട്ടനൊക്കെ ഓൾറെഡി പോയി കോഴ്സ് ചെയ്തിട്ട് അവിടെ ഒരു അങ്ങനെ എനിക്ക് തോന്നുന്നു അത്. പക്ഷെ സിനിമയിൽ ഉപയോഗിച്ചെന്ന് എനിക്കറിയില്ല. എനിക്ക് മരക്കാറിൽ പിന്നീടാണ് വന്നതെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് ഇത് ഞാനെന്നല്ലത്, ഞാൻ പറഞ്ഞത് ഇവര് ഓൾറെഡി എല്ലാവരും ചെയ്തിട്ടുണ്ട്, ചെയ്യുന്ന പരിപാടി ഉണ്ട്. അവരതിനകത്ത് പുലികളായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ കറക്റ്റ് ഒരു മൂവിയിൽ അങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റിയപ്പോൾ അത് ഭയങ്കര നോട്ടീസ് ചെയ്തുകൊണ്ട് പലരും ഇതാണോ ആദ്യം എന്നൊക്കെ വിചാരിച്ചു മാത്രം. അങ്ങനെയുള്ളൂ. ജോജിക്ക് ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയിട്ടുണ്ടാവുമല്ലോ? കിട്ടിയിട്ടുണ്ട്. എങ്ങനെ ഓർക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? ഇപ്പം പ്രതീക്ഷിക്കാത്ത ആരെങ്കിലും വിളിക്കുകയോ അങ്ങനെയൊക്കെ ഉണ്ടോ?
ഇപ്പം എനിക്ക് ഓർമ്മ കിട്ടില്ല, പക്ഷെ അന്ന് ഭയങ്കര എക്സൈറ്റ്മെന്റ് കിട്ടിയ ഒരുപാട് മൊമെന്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇപ്രാവശ്യം ഇതുപോലെ ബോംബെ പോയപ്പോൾ അവിടെ ആയുഷ്മാൻ ഖുറാനായിട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ അവരും ജോജിയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അവരങ്ങനെ പറയും. അങ്ങനെ ഇങ്ങനെ ചില ആർട്ടിസ്റ്റുകളും അവരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒരു സന്തോഷം കിട്ടും. ശ്രദ്ധിക്കുമ്പോൾ ഈ ചിലരിങ്ങനെ ഇങ്ങനെ കോപ്പി അടിച്ചു അല്ലെങ്കിൽ ആ പാട്ട് പോലെ ഇരിക്കുന്നു എന്നൊക്കെ കേൾക്കും. ചിലപ്പോൾ ഒരുപക്ഷെ അത് കേൾക്കുന്നതായിരിക്കുമല്ലോ ഏറ്റവും സങ്കടം. ഏറ്റവും സങ്കടം എനിക്ക് ജോജി സമയത്തായിരുന്നു അത്. ഭയങ്കര ജോജിയുടെ സമയത്ത് എന്താണെന്ന് വെച്ചാൽ ആദ്യം ഇത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ 1-2 പേര് ഒരാൾ കമന്റ് ബോക്സിലൊക്കെ വന്നിട്ടു ഏതൊരു ട്രാക്ക് കോപ്പി അടിച്ചല്ലോ. അപ്പോൾ ഞാൻ എടുത്ത് കേട്ടോ ഇപ്പോൾ അങ്ങനെ വലിയ ബന്ധമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നൊരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ എനിക്ക് മെസ്സേജ് അയച്ചു, നീ മറ്റേ ഈ ട്രാക്ക് മനഃപൂർവ്വം എടുത്താണോ അവർ പറഞ്ഞിട്ടെടുത്തതാണോ എന്നൊക്കെ ചോദിച്ചു. ഞാനാണെങ്കിൽ ഈ ജോജി ട്രാക്ക് കമ്പോസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നേരം ജോൺസൺ മാഷിൻ്റെ മറ്റേ നമ്മുടെ ഇത് കേൾക്കും, പിന്നെ അതിൻ്റെ ഒപ്പം ഗോഡ് ഫാദർ കേൾക്കും, പിന്നെ റോമിയോ ആൻഡ് ജൂലിയറ്റ് കേൾക്കും, പിന്നെ മറ്റേ എന്താണ് ഷെൻഡേഴ്സ് ലിസ്റ്റ് കേൾക്കും, പിന്നെ കുറച്ച് എൻയോ മോറിക്കോൺ കേൾക്കും, പിന്നെ ഇളയരാജ മൗനരാഗം കേൾക്കും. അങ്ങനെ കുറേ കേട്ട് എങ്ങനെയാണ് ഇവരൊക്കെ മെലഡി കൺസ്ട്രക്ട് ചെയ്യണമെന്നൊക്കെ നോക്കിയിട്ട് അതിൽ നിന്നാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചിലത് വായിക്കുമ്പോൾ അയ്യോ ഇത് അത് തന്നെ ആയില്ലോ എന്നാൽ തിരിച്ചിടാം എന്നൊക്കെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ടാണ് ഇത് എങ്ങനെ സെറ്റ് ചെയ്ത്. അതിൻ്റെ കോഡ്സൊക്കെ ഞാൻ മൗനരാഗത്തിൽ ചില പ്രോഗ്രഷൻസൊക്കെ അതിനകത്ത് ജോജിയിൽ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ എൻയോ മോറിക്കോണിൻ്റെ ഒരു ട്രാക്ക് കേട്ടിട്ട് അപ്പോൾ ഇങ്ങനെ ഞാൻ ഇൻസ്പയർഡ് ആയിട്ടുള്ള കുറേ ട്രാക്സ് ഉണ്ട്. അതൊന്നും അല്ലാത്ത വേറെ ഏതോ സൈമൺ ഗാർഫങ്കലോ ഏതോ ഒരു ട്രാക്ക് ആര് പറഞ്ഞിട്ട് ഇത് എടുത്തു. അപ്പോൾ എനിക്ക് ദേഷ്യം പിടിച്ചു. ഞാൻ ആ സമയത്ത് ഒരു ദിവസം കമൻറ്റ് ബോക്സിൽ ഒരാൾ വന്നിട്ട് നൈസായിട്ട് ഇത് അടിച്ചു മാറ്റിയില്ലേ എന്നൊക്കെ എൻ്റെ ഫേസ്ബുക്കിൽ. അപ്പം ഞാൻ മറ്റേ ജോജിയിലൊരു നീയാണല്ലോ കോടതി അത് സ്റ്റിക്കറൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോഴേക്കും എല്ലാവരും പറഞ്ഞു നീ അങ്ങനെ ഇടരുത് മാറ്റി പിന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷേ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. കാരണം വെച്ചാൽ എനിക്ക് സങ്കടം വന്നു. കാരണം ഞാൻ അങ്ങനെ ഒന്നും കോപ്പി അടിക്കാൻ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ അന്ന് സങ്കടം വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു കവർ ഇതുപോലൊരു ട്രാക്കിൻ്റെ കവർ ഒരു മ്യൂസിക് ബോക്സിൽ പ്ലേ ചെയ്തിട്ടൊരു സംഭവം എൻ്റെ കൂടുതലൊരു പയ്യൻ അയച്ചു തന്നു എനിക്ക്. അപ്പോൾ ഞാൻ അത് കേട്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. കാരണം എൻ്റെ ആദ്യത്തെ 4 നോട്ട്സ് അങ്ങനെ എന്തോ ഒരു 4 നോട്ട്സ് സെയിം നോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ശ്യാം പുഷ്കറിനെ വെച്ചു കൊടുത്തു, ഇത് കേട്ടോ ഇത് ഞാൻ ആദ്യം കേട്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു നോട്ട് മാറ്റിയാണ് അത് മാറ്റിയേനെ. അപ്പം പക്ഷെ അങ്ങനെ എന്തോ അങ്ങനെ വന്നു, ഞാനത് നോക്കിയിട്ടില്ല. അപ്പം എനിക്ക് പക്ഷെ ഭയങ്കര സങ്കടമായി അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ. കാരണം അങ്ങനെയല്ല ചെയ്തത് എനിക്കറിയാലോ. അപ്പോൾ എനിക്ക് സങ്കടം വന്നു. പക്ഷെ പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഇപ്പം എനിക്ക് അതുകൊണ്ട് അന്നത് കേട്ടതുകൊണ്ട് ഇപ്പം എനിക്ക് പേടിയില്ല. നമ്മളിപ്പോൾ തണ്ണീർമത്തലിന്റെ പാട്ടിലേക്ക് വന്നാലേ അശുഭമംഗളകാരിയായിട്ട് ജാതിക്കാത്തോട്ടാവട്ടെ ഗിരീഷേടിയുടെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. ഗിരീഷേടി ചെയ്ത സിനിമകളിലൂടെയാണല്ലോ നമുക്ക് അയാളെ എന്താ ഇമേജ് നമ്മൾ ചിന്തിക്കുക. ഈ വർക്കിംഗ് എക്സ്പീരിയൻസും ആ ഒരു മൂഡ് എങ്ങനെയാ? അടിപൊളിയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിരീഷേടിയുടെ കൂടെ നമ്മൾ പടങ്ങൾ ചെയ്യുമ്പോൾ എന്താ പറയുക നമുക്കിതുപോലെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടിരുന്നിട്ട് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെയ്താലോ അങ്ങനെ ചെയ്താലോ ഓരോന്ന് പിടിക്കാം. അങ്ങനെ എന്താ പറയുക ഭയങ്കര നൈസായിരുന്നു. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഒരു നല്ലൊരു ശതമാനം ആൾക്കാരുടെ കൂടെയും ചിലത് മാത്രമാണ് നമുക്കിത് അബദ്ധമായി പോയെന്ന് തോന്നിയിട്ടുള്ളത്. ബാക്കി എല്ലാം ഭയങ്കര കൂളായിരുന്നു. ഈ ജാതിക്കത്തോട്ടം ഭയങ്കര ഹിറ്റായല്ലോ. ഹിറ്റാവുന്ന ഒരു ചെയ്തൊരു പാട്ട് ഇത്രയും പേര് ഏറ്റെടുക്കുക, അത് ഹിറ്റാവുക എന്നുള്ളൊരു മൊമെന്റ് ഉണ്ടല്ലോ, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെയായിരുന്നു? ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റും അതേസമയം ഇത് പറഞ്ഞാൽ ഇതിന് ഭയങ്കര എക്സൈറ്റഡ് ആവും, അതേസമയം ആവും, അതേപോലെ മൂഡ് ഓഫ് ആവും. എന്തെങ്കിലുമൊക്കെ പറ്റി നമ്മൾ വിചാരിച്ച പോലെ സിനിമ വർക്കൗട്ട് ആവാണ്ടിരുന്നാലും ഇപ്പം എൻ്റെ അടുത്ത് ചിലർ പറയാം പൈങ്കിളി കണ്ടപ്പോൾ ഒരു പാട്ടുകൾ ഇതായപ്പോൾ ഒരു കമൻറ്റ് ഞാൻ കണ്ടു ഇങ്ങനെ പടത്തിനേക്കാൾ മുകളിൽ പാട്ടുകൾ നല്ല അങ്ങനെയൊക്കെ കാണും. എനിക്കത് അതിലും വലിയ സന്തോഷം തോന്നില്ല. ഉറപ്പായിട്ടും പാട്ട് നന്നായിട്ട് സന്തോഷമുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ഇപ്പോൾ ചാവേർ ആ പടത്തിനുള്ള ഹാർഡ് വർക്കും എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. അതിന് പാട്ടിൻ്റെ കാര്യമായാലും അപ്പോൾ പക്ഷെ ആ പടത്തിന് അങ്ങനെ ഒന്നും വന്നില്ല. അപ്പോൾ ഞാൻ ടിനുവിൻ്റെ കൂടെ മൊത്തം ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഞാനതുകൊണ്ട് ഞാൻ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ ജോജി കിട്ടിയപ്പോൾ ഇതുപോലെ ഭയങ്കര സ്റ്റുഡിയോയിൽ നിന്ന് കണ്ട് എല്ലാവരും ഭയങ്കര സന്തോഷമായിരുന്നു. ചാവേറിന് എനിക്ക് സോങ്ങിന് കിട്ടിയപ്പോൾ ഞാൻ അന്ന് സ്ത്രീ റിലീസ് എന്തായിരുന്നു അവിടെ ബോംബെയിലായിരുന്നു. ഞാൻ ടിനുവിനെ വിളിച്ചിട്ട് ഞാൻ ആ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ
കരഞ്ഞു, വാവിട്ട് കരഞ്ഞു. എന്ന് വെച്ചാൽ എനിക്കത് ടിനുവിന് വേണ്ടിയിട്ടുള്ളൊരു അവാർഡ് പോലെ തോന്നി. കാരണം കുറേ ചീത്തയും കേട്ടു, മൊത്തം സിനിമ വർക്ക് ആവുന്ന ആൾക്കാരുടെ റിയാക്ഷൻസ് ഒക്കെ നമ്മൾ ഫേസ് ചെയ്യണമല്ലോ. അപ്പം അതൊക്കെ വന്ന് ആകെ സങ്കടമായിട്ടിരിക്കുന്ന സമയത്ത് അതൊക്കെ കഴിഞ്ഞിട്ട് ആ റിസൾട്ട് വന്നത് ചാവേറിനായിരുന്നു അവാർഡ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ ടിനുവിനെ വിളിച്ച് ഞാൻ കരഞ്ഞു, ഞാൻ കിട്ടിയടാന്നൊക്കെ പറഞ്ഞിട്ട് അവനെ വിളിച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അത്രയും എനിക്ക് അങ്ങനെയാണ്. അപ്പം ഞാൻ അങ്ങനത്തെ ഒരു ഇമോഷണൽ ജീവിയാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഇതെല്ലാം ഈ പറഞ്ഞാൽ എനിക്കെല്ലാം അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് അത് വിട്ട് വേറെ എന്തെങ്കിലും പരിപാടിയിൽ നമ്മുടെ മൂഡ് അങ്ങനെ ആയിരിക്കും മാത്രം. അങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാന്നുള്ളതല്ല, ഞാൻ ആ ഹാപ്പി മൂഡിൽ പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനത്തെ ഒരു വരുമ്പോൾ എല്ലാം ആ മൂഡിൽ പോവും. മൂഡ് ഔട്ട് ആകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പറ്റുമ്പോൾ പിന്നെ കുറച്ച് ദിവസങ്ങൾ ആ മൂഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ ജാതിക്കടയും ഇതുപോലെ ട്യൂണൊക്കെ പെട്ടെന്ന് കിട്ടിയോ അത്, അല്ലെങ്കിൽ ജാതിക തോട്ടത്തിന് പകരം വേറെ 2-3 പാട്ടുകളൊക്കെ ചെയ്തു നോക്കി ആദ്യം. എന്നിട്ട് എന്തൊക്കെയോ ചെയ്തു. അങ്ങനെ ഇരുന്ന സമയത്ത് എന്തോ ഒരു ഗ്രൂവ് വെറുതെ ഇങ്ങനെ അതിൻ്റെ ഗ്രൂവ് മാത്രം ഉണ്ടാക്കിയിട്ട് എൻ്റെ മുകളിൽ പാടിയപ്പോൾ ലിറിക്സ് ആദ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ജാതിക്ക തോട്ടം പിന്നെ ഒന്നും പാടാനില്ല. അപ്പം അതുകൊണ്ട് വെറുതെ ഇങ്ങനെ നിന്നപ്പോൾ എന്നാ ഹൈലൈറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പം അത് വർക്കായി. പിന്നെ അതെന്തോ ഇതുപോലെ അതിന് മുമ്പ് ഞാൻ ചെയ്ത പാട്ട് ഞാൻ വൈഫിന് ഇടയ്ക്ക് പാട്ടൊക്കെ അയച്ചു കൊടുക്കും ചെയ്യുമ്പോൾ. അപ്പോൾ ആ പാട്ട് വേറെ ഏത് പാട്ട് നല്ലതാണ് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. പക്ഷേ ജാതിക്കത്തോട്ടം അയച്ചു കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞു ഇത് കുറച്ചുകൂടി ഫ്രഷ് ആയിട്ട് തോന്നുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ കേൾപ്പിച്ചവരെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഈ അതുപോലെ തന്നെ ഇപ്പം ടിനു പാപ്പസിനോട് വർക്ക് ചെയ്തപ്പോൾ ഈ സിനിമ നമ്മുടെ ചാവേറിലെ ആ ഒരു വയലിൻ അത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോൾ സുഷിൻ വന്നിട്ട് ഇപ്പൊ ട്രിക്ക് പിടികിട്ടി എന്ന് പറയുന്നുണ്ട്. ഈ കണ്ടംപററീസ് ഉണ്ടല്ലോ കൂടെ ബാക്കി സിനിമകൾ ഇന്നത്തെ കാലത്തോടെ ബാക്കി മ്യൂസീഷ്യൻസ് നിങ്ങളൊക്കെ തമ്മിലൊരു എല്ലാവരും ഭയങ്കര കമ്പനിയാണ്. അതെനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവാറുണ്ട്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ജെക്സ് ബിജോയായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പുള്ളിയുടെ ഒരു പാട്ടിറങ്ങും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടുമ്പോൾ നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സുഷിനെ എന്നെ ഇടയ്ക്കിച്ചിട്ട് ഇടയ്ക്ക് സംസാരിക്കും. അല്ലെങ്കിൽ ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് എന്തെങ്കിലും കാര്യം ഞാൻ സുഷിനോട് വിളിക്കും. അപ്പം വിഷ്ണു ഇപ്പം എൻ്റെ പുതിയ പാട്ടിൽ ദുപ്പട്ട വാലിയിൽ വിഷ്ണുവാണ് ഫ്ലൂട്ട് വായിച്ചത്. അപ്പോൾ എനിക്ക് കുറേ ഇങ്ങനെ ഓപ്ഷൻസൊക്കെ ഇങ്ങനെയൊക്കെ എന്നിട്ട് അളിയ ഇതാണ് അളിയ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയൊക്കെ ചോദിച്ചു. അങ്ങനെയൊക്കെ എനിക്കത് വിഷ്ണു വിജയ്. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റൊക്കെ ചെയ്തു. അപ്പം അങ്ങനെ കൊളാബറേഷനൊക്കെ ഭയങ്കര എന്നെ സുഷിൻ ഒരിക്കൽ പാടാൻ വിളിച്ചിട്ടുണ്ട്. പക്ഷെ പാടാൻ പോകാൻ പറ്റിയില്ല. പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞൊരു പാട്ട് ഞാൻ പറഞ്ഞു പാടി നോക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പക്ഷെ അത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അത് എല്ലാവരായിട്ടും ഭയങ്കര കമ്പനിയാണ്. എല്ലാവരായിട്ടും അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മറ്റേ പാട്ടുണ്ടല്ലോ നമ്മളുടെ തെക്കൻ തല്ല് കേസ്, അതിന്റെ തുടക്കത്തിൽ എനിക്ക് മറ്റേ വടിവേലുവിന്റെ ഇത് ഓർമ്മ വരും. വടിവേലു ഇങ്ങനെ ആ സാധനം ഉണ്ടല്ലോ അതിട്ട് ഇങ്ങനെ പാട്ടാക്കിയാലോ. അത് പാടിയതും ജസ്റ്റിനാണല്ലോ. ഞാൻ ഏതോ റീലുണ്ട് ഇങ്ങനെ മൂക്കുത്തിയിട്ട് പാടുന്നവര് ശരിക്കും പാടിയത് അങ്ങനെയാണോ? അത് പാടാവോ? ഇത് 5 തെങ്ങ്. അതെന്ന് വെച്ചാൽ ഇങ്ങനെ ഇന്റർവ്യൂ ഞാൻ പാടില്ല, ആരും കാണാതെ സ്റ്റുഡിയോയിൽ എല്ലാവരും ഡോറൊക്കെ കുറ്റിയടച്ച് പിന്നെ ബാക്കി 5 തെങ്ങ് കടപ്പുറ തുച്ച നേര പ്രഭകുട്ടൻ അമ്പു കൊണ്ട് പൊള്ളി മണ്ണ് സുശീല പെണ്ണ് ആന്തലേറും അടുപ്പത്ത് കയറ്റി വെച്ചു ദൈവച്ചാര് ചട്ടിയൊന്നു തിളച്ചു മുഖ തെളിയെണ്ണ. ഈ പാടാൻ ഭയങ്കര ഇഷ്ടമാണോ? എനിക്കാ പാടാൻ ഇഷ്ടമുണ്ടായിട്ട് കാര്യമല്ലോ. ഞാൻ ഇന്നലെ കൂടി ഞാൻ പാടിപ്പിച്ചപ്പോൾ ഒരാളോട് പറയുന്നത് കൊതിയാവണത് കേട്ടിട്ട് അസൂയം വരണുണ്ടെന്ന് പറയുന്നത്. പാട്ടുകാരോട് ഭയങ്കര അസൂയ. എനിക്ക് ചിലപ്പോൾ പാടാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് ഇപ്പം എൻ്റെ ടോൺ എല്ലാ പാട്ടും പാടാൻ പറ്റില്ല. പിന്നെ ഞാൻ വിചാരിക്കുന്ന പോലെ ഞാൻ കമ്പോസ് ചെയ്യുന്ന സംഭവങ്ങൾ എനിക്ക് പാടാൻ പറ്റില്ല. അപ്പോൾ ഇത് ആരെങ്കിലും പാടി കുറച്ചുകൂടി നന്നാവല്ലോ. അപ്പോൾ എൻ്റെ പാട്ട് കുറച്ചുകൂടി നന്നാവാൻ നല്ലത് വേറെ ആരെങ്കിലും പാടുന്നതാണ്. ഇതൊക്കെ ഞാൻ പാടിയിട്ടുള്ള എല്ലാ പാട്ടും ഡയറക്ടേഴ്സ് നിർബന്ധിച്ച് ഈ പാട്ട് ഞാൻ തല്ലിടിച്ച് അവസാനം എന്നെ കൊണ്ട് തന്നെ വേറെ ആളെ കൊണ്ടൊക്കെ ഞാൻ പാടിപ്പിച്ചിട്ട് അതൊക്കെ മാറ്റി പിന്നെ ഞാൻ അവരോട് പറയേണ്ടൊന്ന് സോറി എന്നൊക്കെ പറഞ്ഞ് അവസാനം അങ്ങനെ വെച്ചതാണ്. ഞാൻ വേറൊരു പാട്ടും മ്യാവൂല് പാടിയിട്ടുണ്ട്. അതും ലാൽജോ സാർ നിർബന്ധിച്ചുകൊണ്ട് വെച്ചാണ്. ഞാൻ ആകെ ഒരു കാര്യം മാത്രം ഞാൻ ഉറപ്പായിട്ട് ഞാൻ പാടുമെന്ന് വിചാരിച്ചത് ചിത്ര ചേച്ചിയുടെ പാട്ടുണ്ടല്ലോ പൊന്മാനിലെ പാട്ട്. ആ പാട്ട് പാടിയപ്പോൾ എനിക്കെന്താണെന്ന് വെച്ചാൽ ഞാൻ കൂടി പാടി കഴിഞ്ഞാൽ KS ചിത്ര ജസ്റ്റിൻ വർഗീസ് എന്ന് കിടക്കുമല്ലോ, അതിനുവേണ്ടി അതിനകത്തൊരു 4 വരിയുണ്ട്. അത് വേറെ ആരെ കൊണ്ട് പഠിച്ചില്ല, ഞാൻ തന്നെ പാടി. KS ചിത്ര ജസ്റ്റിൻ വർഗീസ് അവിടെ കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഡയറക്ടറോട് അത് ഞാൻ തന്നെ പാടണമെന്ന് പറഞ്ഞു. അതല്ലാതെ ഞാൻ അങ്ങനെ എപ്പോഴും ഞാൻ ആരെങ്കിലും പാടി കുറച്ചുകൂടി നന്നാവില്ല എന്ന് വിചാരിക്കാറുള്ളൂ.
ഈ ടിനു പാപ്പച്ചന്റെ ചാവേറിന് ശേഷമുള്ള സിനിമ തുടങ്ങി അല്ലെ? അതും ജസ്നാന്ന് പറഞ്ഞു. എന്താ അതിന്റെ ഒരു ജോണറും അതിനെ കുറിച്ച് എന്താ പറയാൻ പറ്റുന്നത്? അത് എനിക്ക് അതൊന്നും പറയാറായിട്ടില്ല, മീൻസ് അവർ തുടങ്ങിയിട്ടുള്ളൂ. എന്തായാലും ആക്ഷൻ മൂവിയാണ്, കുറച്ച് പയ്യന്മാരുടെ പരിപാടിയാണ്. സജിൻ ഗോപു ഉണ്ട്, അങ്ങനെ ഒരു പരിപാടി. ഇപ്പൊ കുറെ സിനിമകളുണ്ടോ? ഇപ്പൊ ഏതൊക്കെയാ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്? ഓടുംകുതിരയ്ക്ക് ശേഷം ഓടുംകുതിരയ്ക്ക് ശേഷം എല്ലാം ഇങ്ങനെ കമ്മിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ടിനുവിൻ്റെ അടുത്ത് ഞാൻ കഴിഞ്ഞ ഇപ്രാവശ്യം നീ വേറെ ആരെക്കൊണ്ടെങ്കിലും ചെയ്യിച്ചോ എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു വൈബ് അവനും സെറ്റാണ്, അതുകൊണ്ട് അങ്ങനെ പോണതാണ്. അപ്പം പിന്നെ വേറെ പടങ്ങൾ 2-3 പടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഏതാദ്യം ചെയ്യണം, അതിപ്പോൾ എന്താണ് അവസ്ഥ, നല്ല മുമ്പ് കമ്മിറ്റ് ചെയ്ത്, ഈ കഴിഞ്ഞ മാസമൊക്കെ കമ്മിറ്റ് ചെയ്ത്. അപ്പോൾ ഇനിയിപ്പോൾ തുടങ്ങുമ്പോൾ ഇതിനകത്ത് ഏതാ തുടങ്ങണ്ടേന്നുള്ള ഒരു ക്ലാരിറ്റി വരണുള്ളൂ. ഈ പാട്ട് പഠിച്ചിട്ടുണ്ടോ പണ്ട്? അതോ അങ്ങനെയൊന്നും പഠിച്ചിട്ടില്ല, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു കൂടുതൽ പഠനങ്ങളും ഇങ്ങനെ സൗണ്ട് എഞ്ചിനീയറിങ്ങിനൊക്കെ പോയപ്പോൾ പഠിച്ചിട്ടുണ്ട്. സൗണ്ട് എഞ്ചിനീയറിങ് ചെയ്ത സമയത്ത് ബിപിൻ ലാൽ, ഗോവിന്ദ് വസന്ത ഞങ്ങളൊക്കെ ഒരുമിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ നമ്മുടെ ഒരു ഹോസ്റ്റലിലൊരു അവിടെ താമസിക്കുമ്പോൾ കർണാട്ടിക്കിൻ്റെ എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ, ഞാൻ ആദ്യം ഇങ്ങനെ സ്റ്റീരിയോ സൗണ്ടുള്ള പാട്ട്, നല്ല ക്വാളിറ്റിയുള്ള സൗണ്ടുള്ള പാട്ടുകൾ മാത്രം കേൾക്കുന്ന ആളായിരുന്നു. മൂണോ പാട്ട് കേൾക്കില്ല. ഇവന്മാരൊക്കെ എന്നെ ചീത്ത വിളിച്ചിട്ട് ഇങ്ങനെ ബാബുരാജിൻ്റെ പാട്ടുകളൊക്കെ കേൾപ്പിച്ച് തരുമ്പോൾ ഞാൻ പറയും അങ്ങനെയൊക്കെ പറയും. അങ്ങനെയായിരുന്നു ഞാൻ മ്യൂസിക് ഡയറക്ടർ ആയത് തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പാട്ടുകളൊന്നും കേൾക്കില്ല. ഇപ്പം ഇവന്മാർ എന്നെ ഗോവിന്ദൊക്കെ ചീത്ത വിളിക്കും, പഴയ പാട്ട് കേൾക്കണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കേട്ടു തുടങ്ങി അതിനെ ആ സൗണ്ടിൻ്റെ അപ്പുറത്ത് വേറെ തരത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റിയപ്പോഴാണ് എൻ്റെ പൊന്നോന്ന് ഇതൊക്കെ മനസ്സിലായത്. ഇതൊക്കെയാണല്ലേ പ്രപഞ്ചം അന്ന് പോലെ എന്തൊക്കെ പാട്ടുകളാണെന്ന്. എന്നിട്ട് അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ പാട്ടുകൾ കേട്ടു തുടങ്ങി. അപ്പോൾ പിന്നെ അപ്പോൾ ഓക്കെ, പിന്നെ ഇതൊക്കെ ഏത് രാഗമെന്ന് കണ്ടുപിടിക്കണം, എല്ലാം ഏതെങ്കിലും പാട്ട് കേട്ടോ. ബിജുചേട്ടനൊക്കെ ഞാൻ ഇങ്ങനെ ചോദിച്ച് വെറുപ്പിക്കും. ബിജുചേട്ടൻ പ്രാന്ത് പിടിച്ച അവസാനം പറയും, ബിജി ബാലേട്ടൻ ദേഷ്യം പിടിച്ചിട്ട് പറയും, ആ പാട്ട് ആസ്വദിക്കുക, രാഗം എന്നൊക്കെ പറയും. കാരണം ഞാൻ എന്തിങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് ഇതെന്താ ഇവിടെ മാറിയോ, ഇങ്ങനെ നമുക്കിങ്ങനെ അതിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ അതിനോട് ഭയങ്കര ആകാംക്ഷ വരാറുണ്ട്. അതിപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അന്ന് ബിപിൻ ലാൽ, ഗോവിന്ദ്, പിന്നെ ബിജിചേട്ടൻ്റെ അടുത്താണ് നമ്മൾ കുറേ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ സംശയങ്ങളൊക്കെ അവരോട് ചോദിക്കുന്നത്. ഇപ്പോഴായാലും നമുക്ക് ഇപ്പോൾ അവിടെ കർണാട്ടിക്കൊക്കെ അറിയാവുന്ന പയ്യന്മാർ വരുമ്പോൾ ഞാൻ ചോദിക്കും, അവരുടെ അടുത്ത് ചോദിക്കും. ഇപ്പോൾ വെസ്റ്റേൺ സംഭവങ്ങൾ വരുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു സെഷൻ അറേഞ്ച് ചെയ്ത് വൈശാഖുണ്ട്, അപ്പോൾ വൈശാഖിൻ്റെ അടുത്ത് സംസാരിക്കും, അവൻ കുറേ കാര്യങ്ങൾ പറഞ്ഞുതരും. ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലത്തെ യൂട്യൂബിൽ ഓരോ സംഭവങ്ങളാണ്. അന്ന് ഞാനിത് ഫുൾ സിംഫണികളൊക്കെ കാണും, ഈ ഓരോന്നൊക്കെ കാണും. ഇവന്മാരൊരു ഇങ്ങനെ, അതായത് അത് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമേ അല്ല. പക്ഷെ തൽക്കാലം ഞാൻ ദിലീഷേട്ടനോട് പറഞ്ഞായിരുന്നു, ഇങ്ങനെ ഇൻ്റർനാഷണലൊന്നൊക്കെ ആകാൻ പറ്റുന്നില്ല. ഒരു അങ്കമാലി ഇൻ്റർനാഷണൽ, എൻ്റെ വീട് അങ്കമാലിക്കാണ് പറ്റിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ അങ്കമാലി ഇൻ്റർനാഷണൽ അല്ല, ഒരു അങ്കമാലി സിംഫണി നമുക്ക് ഉണ്ടാക്കാം എന്നൊക്കെ പറയുമായിരുന്നു. അപ്പം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ നിന്ന് നമുക്ക് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത് ക്രാക്ക് ചെയ്യാനായിട്ട് ഒരു ജോണർ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ അത് ശ്രമിക്കാറുണ്ട്. അപ്പം അത് തന്നെയാണ് ഇപ്പോഴും തുടങ്ങുന്നത്. കഴിഞ്ഞിട്ട് പിന്നെ വർക്ക് ചെയ്തു, അതിനുശേഷം മ്യൂസിക്. അതെ. സൗണ്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ പ്രോഗ്രാമറായിട്ട് ഇങ്ങനെ കുറേ ഡെമോസൊക്കെ അയച്ച് അങ്ങനെ ബിജി ചേട്ടൻ്റെ അടുത്ത് വന്നത്. പിന്നെ ഞാൻ ഇടയ്ക്ക് ഗോപിച്ചേട്ടൻ്റെ അടുത്ത് വർക്ക് ചെയ്തായിരുന്നു, അൽഫോൺസേൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു പാട്ട്. പിന്നെ അങ്ങനെ ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ജസ്റ്റിൻ പ്രഭാകരനോട് സംസാരിക്കുകയായിരുന്നു. അപ്പൊ പുള്ളിയും സൗണ്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഹാരി ജയരാജിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്തതാണ്. ആള് പറഞ്ഞു ഇപ്പൊ മലയാള സിനിമയില് ഏറ്റവും ഇഷ്ടമുള്ള ആരാന്ന് ചോദിച്ചപ്പോ ജസ്റ്റിൻ വർഗീസിന്റെ പാട്ട് ഇടയ്ക്കിടയ്ക്ക് കേൾക്കും. വിഷ്ണു വിജയുടെ കാര്യം പറഞ്ഞു, ഓടുംകുതിരയുടെ പാട്ട് പ്രത്യേകിച്ച് എനിക്ക് മെസ്സേജ് ചെയ്തു. ആണല്ലേ? എനിക്ക് മെസ്സേജ് ചെയ്തു, പാട്ട് ദുപ്പട്ട വലിയ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്തു. ഭയങ്കര സന്തോഷം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മ്യൂസീഷ്യനാണ്. ഞാൻ ആക്ച്വലി പുള്ളിക്ക് മെസ്സേജ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഞാനായിരിക്കും പോയിട്ട് മെസ്സേജ് അയച്ച് നിങ്ങളുടെ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പോയി പറഞ്ഞ് മെസ്സേജ് അയച്ചു, ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട്. പുള്ളി ഭയങ്കര കൂളാണ്. ഇപ്പൊ ജസ്റ്റിൻ പ്രഭാകരന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എവിടെ ഇറങ്ങുന്ന പാട്ടുകൾ നമ്മൾ എല്ലാവരും കേൾക്കുന്നുണ്ട്. പണ്ടത്തെ പോലെ തമിഴിലെ പാട്ട് മാത്രം അങ്ങനെയൊന്നും അല്ലല്ലോ, ഒരു വൈഡായിട്ട്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസും കൂടെ. അപ്പൊ ആ രീതിയിലൊരു കൊളാബറേഷനോ അല്ലെങ്കിൽ ആൾക്കാർ ശ്രദ്ധിക്കലോ അങ്ങനെയൊക്കെ ഉണ്ടോ? ഇപ്പോൾ ജോജിയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് OTT എന്ന് പറഞ്ഞപ്പോൾ സങ്കടമായെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ സിനിമ തിയേറ്ററിലല്ലല്ലോ എന്ന് ഓർത്തപ്പോൾ. പക്ഷെ അതാണ് ഗുണം ചെയ്തത്, അവർ വിളിച്ചത്. പിന്നെ എനിക്ക് ഞാനിങ്ങനെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് എനിക്കിത് എങ്ങനെ ലോകത്തോട് വിളിച്ചു പറയാമെന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ ശ്രുതി ഹാസൻ ഫോളോഡ് യു. അപ്പോൾ എന്നിട്ട് നോക്കിയപ്പോൾ എൻ്റെ ഒരു റീലിലേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് താങ്ക് യു ഒക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്തു. അപ്പോൾ താങ്ക് യു ഒക്കെ അയച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ വർക്ക് കേൾക്കാറുണ്ട്, നിങ്ങളെ മീൻസ് ആളാരാണെന്ന് അറിയില്ലായിരുന്നു, ഇതൊക്കെ നിങ്ങളാണ് ചെയ്തല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ ചാവേറിലും മറ്റേ ട്രാക്കൊക്കെ കേട്ടിട്ട് അപ്പോൾ അങ്ങനെ അവർ കാര്യമായിട്ട്
ആയിട്ട് മെസ്സേജൊക്കെ അയച്ചു. പിന്നെ ഞാൻ അപ്പം എനിക്ക് അങ്ങനെ അതെനിക്ക് ഭയങ്കര സന്തോഷമായി. ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ബിജിപാലിന് നിങ്ങൾ ജസ്റ്റിന്റെ പാട്ടുകൾ കേട്ടിട്ടേ ഞണ്ടുകൾ മുതൽ ഇപ്പൊ ഇറങ്ങിയ പാട്ടുകൾ ശ്രദ്ധിക്കുന്നുണ്ടായാലും സ്വാഭാവികമായിട്ടും ആളേതെങ്കിലും പാട്ടുകളെ കുറിച്ച് പറയുകയോ അല്ലെങ്കിൽ ചെയ്യുന്ന പാട്ടുകളെ കുറിച്ച് സംസാരിക്കുകയോ ഉണ്ടാകാറുണ്ടോ? ബിജേട്ടനോ? ഞാൻ അധികം സംസാരിക്കാൻ പോകാറില്ല, എനിക്ക് പേടിയാ. എൻ്റെ പാട്ടൊക്കെ കേട്ടോ ബിജേട്ടൻ വരുന്ന മിഠായി പാട്ട് പോലെ തോന്നുള്ളൂ എനിക്ക്. ചിലപ്പോൾ എൻ്റെ ഒരു ജാതിക്കത്തോട്ട് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു രസമുണ്ട് കേട്ടോ ഇങ്ങനെ പറഞ്ഞു, കേട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാനത് ബിജേട്ടൻ്റെ മക്കൾ അതിനകത്ത് പാടിയിട്ടുണ്ടായിരുന്നു, പന്ന് പിള്ളേരായിരുന്നു, അപ്പോൾ പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിജേട്ടൻ്റെ അടുത്ത് ഞാൻ പോയിട്ട് ഇങ്ങനെ കേൾപ്പിച്ചു, ദേവനെ കൊണ്ടൊക്കെ പാടിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ബിജേട്ടനോട് പാട്ട് രസമുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കും ബിജേട്ടനെ കേൾപ്പിച്ചു തന്നെ, എനിക്ക് അതിനുള്ളൊരു ധൈര്യം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഞാൻ ഏതെങ്കിലും ബിജേട്ടൻ കേൾക്കല്ലേ എന്ന് വിചാരിക്കും. ഞാൻ മ്യാവൂല് പാട്ട് ചെയ്തപ്പോൾ ലാൽ ജോസ് സാറിൻ്റെ പടമായിരുന്നല്ലോ, അപ്പോൾ ലാൽ ജോസ് സാറ് എന്നോട് ചോദിച്ചു ബിജീനെ കേൾപ്പിച്ചു കൊടുത്തോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ കേൾപ്പിച്ചു കൊടുത്തില്ല, അവസാനം ലാൽ ജോസ് സാറ് എല്ലാ പാട്ടും കേൾപ്പിച്ചു കൊടുത്തു പോയിട്ട്. എന്നിട്ട് ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു ബീച്ചാണ്ട് കേൾപ്പിച്ചു. അപ്പോൾ ഞാൻ അയ്യോ എനിക്ക് പേടിയാണ്. പുള്ളിയായിട്ട് ഇങ്ങോട്ടും പറയാറില്ല പാട്ടിറങ്ങുമ്പോഴൊക്കെ? എന്നോട് ഇടയ്ക്ക് ഇങ്ങനെ ചോദിച്ചിട്ടൊക്കെ ഉണ്ട് ഏത് പാട്ട്. ഇപ്പോൾ ഇത് അതെന്താണ് അനുപല്ലവി അങ്ങനെ ചെയ്യാൻ കാരണം അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്, അത് മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്ക് പേടി ഇത് കുറ്റം പറയുന്നതാണോ അല്ലെങ്കിൽ ഇത് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ ഇഷ്ടപ്പെട്ടിട്ടാണോ എന്ന് മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ബീച്ചാണ് പൊതുവെ അങ്ങനെ, ഞാൻ ബീച്ചാനോട് പറയുമ്പോൾ ഒരു സീൻ ചെയ്ത് ഞാൻ വന്നിട്ട് പൊളിച്ചടുക്കി അങ്ങനെയൊന്നും പറയില്ല, ഓക്കെ എന്ന് പറയും. അപ്പോൾ എനിക്ക് പിന്നെ അറിയാം ഇത് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നല്ലോണം ഇഷ്ടപ്പെട്ടു നമുക്ക് മനസ്സിലാവും. അതല്ലേ ബിജേട്ടൻ അങ്ങനെയാണ്. തിരിച്ച് ആളുടെ പാട്ടുകൾ ഇഷ്ടമുള്ള ഒരു പാട്ട് പറഞ്ഞേതാ? അതൊരു പാട്ടിൽ ഇഷ്ടം പോലെയുണ്ട്. അത് എനിക്ക് ഏറ്റവും ഇഷ്ടം, ഞാൻ ഈ അടുത്ത് ഇരുന്ന് റിപ്പീറ്റ് അടിച്ച് വീണ്ടും കുറേ നാൾക്ക് ശേഷം വീണ്ടും റിപ്പീറ്റ് അടിച്ച് കേട്ട പാട്ട് തരുന്നത് ചെറുപുഞ്ചിരി ഒരു പാട്ടില്ലേ മഹേഷിൻ്റെ പ്രതികാരത്തിൽ, അത് അതിനകത്തൊരു ഒരു ഹമ്മിങ് ഇങ്ങനെ ഒരു പോർഷൻ്റെ ഒരു ഹമ്മിങ് ബീച്ചേട്ടൻ തന്നെ പാടിയിട്ടുണ്ട്. അതിങ്ങനെ ഞാൻ വേണമെങ്കിൽ ഒരു ദിവസം മൊത്തം ഇരുന്ന് റിപ്പീറ്റ് അടിച്ച് കേൾക്കും, അത്രയും ഇഷ്ടമാണ് എനിക്ക്. കണ്ണൊക്കെ അറിയാതെ കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടം. ഒരു ബിജിബാൽ സോങ് പാടാൻ പറ്റുമോ? അയ്യോ അതിനുള്ള ധൈര്യം എനിക്കില്ല. ഞാനതിന് അന്നോട് സ്റ്റുഡിയോയിൽ തന്നെ അറിയാണ്ട് പാടിക്കൊണ്ട് കിടക്കുമ്പോൾ മൂന്നാമത്തെ വരി കഴിഞ്ഞ് നാലാമത്തെ വരിയിലോട്ട് പോകുമ്പോൾ പണി പാളും. എനിക്ക് കണ്ണിലെപ്പോഴെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ കീബോർഡ് പ്രോഗ്രാമിംഗ് ഞാനായിരുന്നു. മറ്റേ ആറ്റുമീനിനും ആ പോർഷനൊക്കെ അനുപല്ലവി വരുമ്പോൾ അവിടെ ഭയങ്കര രസമാണ്. അതെ അതെ അതെ, അത് ഭയങ്കര രസമുള്ളതാണ് വിജയൻ്റെ. എനിക്കെന്ന് വെച്ചാൽ ചില സമയത്ത് എന്താ പറ്റുക, വിജയൻ്റെ ഹിറ്റ് പാട്ടുകൾ ഉണ്ടാവില്ലേ, അപ്പോൾ അതിനകത്ത് ഹിറ്റ് പാട്ടല്ലാത്ത പാട്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് പ്രോഗ്രാം ചെയ്യാൻ കിട്ടുക. പക്ഷേ അങ്ങനെയുള്ള ചില പാട്ടുകൾ അപ്പം ഞാൻ ആരുടെയെങ്കിലും അടുത്ത് ഞാൻ ബിജിപാലിൻ്റെ അടുത്ത് വർക്ക് ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ മറ്റേ പാട്ട് നീയാണോ ഇത്, അപ്പോൾ അത് ഞാൻ ചെയ്തിട്ടില്ല എന്നുവെച്ചാൽ പ്രോഗ്രാമിങ് ചെയ്ത മാതിരി പറയുമ്പോൾ അപ്പോൾ അത് ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയും. അപ്പോൾ നല്ല പാട്ട് ചിലപ്പോൾ അത് ചിലപ്പോൾ എനിക്കായിരിക്കില്ല, പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞ പാട്ട് ചെയ്തിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ശരി. അപ്പൊ വേറെ ഏതോ ഹിന്ദി സിനിമകൾ ഇനി ബോളിവുഡിലേക്ക് ബാക്കി ഒരു പടം അടുത്ത വർഷം ഉണ്ട്, വലിയൊരു പടമാണ്. അത് വരട്ടെ എന്ന് വിചാരിച്ചാൽ പറയാറായിട്ടില്ല, എല്ലാം ഓക്കെ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു. തമിഴിൽ നിന്ന് ആരെങ്കിലും അപ്രോച്ച് ചെയ്യുക അങ്ങനെ ഉണ്ടായിട്ടില്ല? തമിഴിൽ എനിക്ക് വന്നിട്ടുണ്ട്, പക്ഷെ അങ്ങനെ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് കിട്ടുന്ന ഒരു പടമൊന്നും വരാത്തതുകൊണ്ട് തന്നെ ചെയ്തില്ല. എനിക്ക് തെലുങ്കിൽ നിന്നും കന്നഡയിൽ നിന്നും തമിഴിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ വന്നിട്ടുള്ളത് നമുക്കൊരു അങ്ങനെ ഒരു അവിടെ പോയി എന്തെങ്കിലും ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്ത് നമ്മളുടെ എന്തെങ്കിലും ഒരു സൗണ്ട് അവിടെ പോയി യുണീക്ക് ആക്കാനുള്ള ഒരു സ്പേസ് കിട്ടുന്ന ഒരു പടം വരുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ്. ഓക്കെ, ഇനി നല്ല 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 പാട്ടുകളുണ്ടാവും. താങ്ക് യു സോ മച്ച്.